ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻ. അപ്പോൾ ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് UGC നെറ്റ് ഫിലോസഫി ഓറിയന്റേഷന്റെ ഒരു ക്ലാസ്സിലേക്കാണ്. അപ്പോൾ ഓൾറെഡി നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ കൂട്ടത്തിലുണ്ടാവും അല്ലെ. എന്താ പറയാ, പ്രൊഫസർ ആകണമെന്ന ഡ്രീമോട് കൂടിയും അതുപോലെ തന്നെ റിസർച്ച് ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടിയും വരുന്ന ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ഡിസംബർ സൈക്കിളിലെ ഫിലോസഫി നെറ്റ് ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ തരം ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതലായും വന്നിട്ടുള്ളത്, വെയിറ്റേജ് ഏരിയാസ് ഏതൊക്കെയാണ്, ഇതൊക്കെ ആയിരിക്കും ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കി പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാവുന്നതാണ്. അപ്പോ ആദ്യമായിട്ട് UGC നെറ്റ് എഴുതുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിൽ കാണും അല്ലെ. ഫസ്റ്റ് ഇപ്പോ നമ്മുടെ PG കഴിയുന്നതിന് മുന്നേ തന്നെ നമുക്ക് UGC നെറ്റ് എന്താ പറയാ അപ്ലൈ ചെയ്യാനുള്ള അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് വന്നിട്ടുണ്ട്. അത് പണ്ടേ ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ചിലപ്പോൾ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം. അപ്പൊ അവർക്ക് ഒരു ഫ്രെയിംവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നെറ്റ് എക്സാം എന്നാൽ എന്ത് എന്നുള്ള ഒരു കാര്യത്തിൽ നിന്നായിരിക്കും നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. UGC നെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, ഇന്ത്യയിലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ഒരു നാഷണൽ ലെവൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഡ്യുവൽ എലിജിബിലിറ്റി ആണ് വരുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസറിന് വേണ്ടിയും അതുപോലെ തന്നെ JRF വേണ്ടിയിട്ടും ഉള്ള ഒരു എൻട്രൻസ് എക്സാം പോലെയാണ് നമ്മുടെ UGC നെറ്റ് വരുന്നത്. ഇപ്പോഴത്തെ പരിഷ്കരണം അനുസരിച്ച് 3 കാറ്റഗറിയിലായിട്ടാണ് നമ്മുടെ ഈ ഒരു എക്സാം കട്ട് ഓഫ് വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് PhD കട്ട് ഓഫ്, ദെൻ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ നെറ്റിന്റെ കട്ട് ഓഫ്, പിന്നെ വരുന്നത് JRFന്റെ കട്ട് ഓഫ്. ഇങ്ങനെ 3 തരത്തിലാണ് നമ്മുടെ എക്സാമിനെ തന്നെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ എക്സാം വന്നിട്ട് ഒരു വർഷത്തില് 2 തവണയാണ് നടത്തുന്നത്. യൂഷ്വലി ഒന്ന് ജൂൺ സൈക്കിളിലും അതുപോലെ തന്നെ ഡിസംബർ സൈക്കിളിലും. ഈ വർഷത്തെ ജൂൺ സൈക്കിൾ ഓൾറെഡി കഴിഞ്ഞ് നമ്മുടെ ജൂൺ 23-നായിരുന്നു ഈ വർഷത്തെ എക്സാം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഡിസംബർ സൈക്കിളിലേക്കാണ്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ കട്ട് ഓഫിന്റെ ആ ഒരു കമ്പാരിസൺ നോക്കുമ്പോഴത്തേക്കും JRFന്റെ കട്ട് ഓഫ് ആയിരിക്കും ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. PhD എൻട്രൻസ് എന്ന് പറയുന്നത് നമുക്ക് PhD കയറാൻ വേണ്ടിയിട്ടുള്ള കട്ട് ഓഫ് ആയിരിക്കണം നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് നെറ്റ് കട്ട് ഓഫ്, അത് വന്നിട്ട് അസിസ്റ്റന്റ് പ്രൊഫസർ നമ്മുടെ ജീവിതകാലം മുഴുവൻ എപ്പോൾ വേണമെങ്കിലും നമുക്ക് PSC എക്സാം എഴുതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനായിട്ടുള്ള ഒരു കാര്യമായിരിക്കും നമ്മൾ നെറ്റിലൂടെ ക്ലിയർ ചെയ്യുന്നത്. പിന്നെ വരുന്നത് JRF കട്ട് ഓഫ്. അത് റിസർച്ച് ചെയ്യുന്നവർക്കാണ് ഈ JRF കട്ട് ഓഫ് ക്ലിയർ ചെയ്യേണ്ട ആവശ്യമായിട്ട് വരുന്നത്. ഇനി നമ്മുടെ സേഫ് സ്കോർ എന്ന് പറയുന്നത് പേപ്പർ 1-ന് 60 to 70 പ്ലസ് ഒരു റേഞ്ച് എടുത്തു കഴിഞ്ഞാലേ നമുക്ക് പേപ്പർ 1 സേഫ് ആയിട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ പേപ്പർ 2 എന്ന് പറയുമ്പോൾ 140 തൊട്ട് 160 വരെയുള്ള ഒരു കട്ട് ഓഫ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു JRFന്റെ കട്ട് ഓഫിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. പേപ്പർ 1-ല് 60-യും അതുപോലെ തന്നെ പേപ്പർ 2-ല് ഒരു 160 എബവ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് 200 പ്ലസ് എബവ് സ്കോർ ചെയ്യാൻ പറ്റും. പൊതുവെ ഈ JRFന്റെ കട്ട് ഓഫ് വരുന്നത് 200 എബവ് തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ എന്തിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, നെറ്റ് എന്ന് പറയുന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് നെറ്റ് എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് വന്നിട്ട് 2 പേപ്പേഴ്സ് ആണ് നമുക്ക് കൺസിസ്റ്റ് ചെയ്യുന്നത്. 3 hours ആണ് നമുക്ക് ടോട്ടൽ ഉള്ളത്. അവിടെ യാതൊരു തരത്തിലുള്ള ബ്രേക്ക് നമുക്ക് കിട്ടുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് 3 hours ആയിരിക്കും ഉള്ളത്. അവിടെ വന്നിട്ട് പേപ്പർ 1, പേപ്പർ 2 എന്നിങ്ങനെ 2 ആയിട്ട് നമുക്ക് തിരിക്കുന്നുണ്ട്. പേപ്പർ 1 എന്ന് പറയുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡും പേപ്പർ 2 എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്ട് പേപ്പറുമാണ്. ഇവിടെ വന്നിട്ട് നമ്മുടെ ഫിലോസഫി പേപ്പർ ആണുള്ളത്. അപ്പോൾ പേപ്പർ 1-ല് വന്നിട്ട് 50 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതം, അങ്ങനെ 100 മാർക്കാണ് പേപ്പർ 1-ന് ഉണ്ടാവുക. പേപ്പർ 2-ല് വന്നിട്ട് 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 200 മാർക്കായിരിക്കും പേപ്പർ 2-ല് ഉണ്ടാവുക. അങ്ങനെ ടോട്ടൽ 50-ഉം 100-ഉമായിട്ട് 150 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. മാർക്ക് വന്നിട്ട് 300 മാർക്കിനായിരിക്കും നമ്മുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളതാണ്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇപ്പോ ഗസ് വർക്ക് ചെയ്ത് ഒരു ആൻസർ
കറക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ഓപ്ഷൻ ചൂസ് ചെയ്തു എന്നിരിക്കട്ടെ, നമുക്ക് കറക്റ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ 2 മാർക്ക് വീഴും എന്നുള്ളതാണ്. അപ്പോൾ മേ ബി ഈ 2 മാർക്ക് നമ്മുടെ നെറ്റിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ JRFന്റെയോ കട്ട് ഓഫ് ക്ലിയർ ആക്കാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൊത്തം ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് 1 തൊട്ട് 100 വരെയുള്ള അല്ലെങ്കിൽ 150 വരെയുള്ള ക്വസ്റ്റ്യനും എന്ത് ചെയ്യാന്നുള്ളത്, അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു പേപ്പർ 1ഉം പേപ്പർ 2ഉം ഇങ്ങനെ 2 ആയിട്ടാണ് നമ്മളുടെ UGC നെറ്റ് എക്സാം വരുന്നത്. അതിൽ പേപ്പർ 1 എന്ന് പറയുന്നത് 10 യൂണിറ്റ് ആണ് നമുക്ക് ഉണ്ടാവുക. അതിലെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ iPlusന്റെ ചാനലിൽ തന്നെ സാറ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസും എക്സ്പ്ലനേഷനും ഒക്കെ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ദെൻ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, കോംപ്രിഹെൻഷൻ ഉണ്ട്, ദെൻ കമ്മ്യൂണിക്കേഷൻ, മാത്തമെറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. ഇവിടെ ആയിരിക്കും നമ്മുടെ മാത്സിന്റെ കാര്യങ്ങളും പിന്നെ റീസണിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ലോജിക്കൽ റീസണിങ് ഉണ്ട്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇങ്ങനെയാണ് പേപ്പർ 1ന്റെ ഓവറോൾ ആയിട്ടുള്ള ഒരു സിലബസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഫിലോസഫി സ്റ്റുഡന്റിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാപ്റ്റർ 6, ഈ പറയുന്ന പേപ്പർ 1ലെ ചാപ്റ്റർ 6 ആയിട്ടുള്ള ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത് നമ്മുടെ പേപ്പർ 2ലും ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതും ഇതും കമ്പൈൻ ചെയ്ത് പഠിക്കാൻ പറ്റും. നമ്മൾ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ പേപ്പർ 1ലെ ഒരു ചാപ്റ്ററും കൂടി കവർ ആയി പോകും എന്നുള്ളതാണ് നമ്മുടെ ഒരു ബെനിഫിറ്റ്. ഓക്കെ, നമുക്കിനി നമ്മുടെ പേപ്പറിലേക്ക് പോവാം. നമ്മുടെ പേപ്പറിന്റെ സിലബസ് ആണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. അല്ല, ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ക്ലാസിക്കൽ ഇന്ത്യൻ എപ്പിസ്റ്റമോളജി ആൻഡ് മെറ്റാഫിസിക്സ് ആണ്. ഈ ഒരു ചാപ്റ്ററിനെ പിന്നെയും സബ് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. അതിൽ ഫസ്റ്റ് സബ് ഡിവിഷൻ എന്ന് പറയുന്നത് വേദിക് ആൻഡ് ഉപനിഷത്ത്. നമ്മളുടെ നെറ്റ് എക്സാമിന്റെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ ഒരു ക്ലാസിക്കൽ ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുന്നത്. ഈ ഒരു നെറ്റ് എക്സാം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ഇതിൽ നിന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇതിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ ഉള്ളൂ എന്ന് നമുക്ക് തോന്നിപ്പോകും. ആ രീതിയിലായിരിക്കും ഓരോ ടോപ്പിക്കിൽ നിന്നും അവർ ചോദിച്ചു പോയിട്ടുണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്ന വേദിക് ആൻഡ് ഉപനിഷദിക് ആണ്. അവിടെ നമ്മൾ നോക്കുന്നത് ഏതൊക്കെ തരം വേദാസ് ഉണ്ട്. നമുക്കറിയാം 4 വേദങ്ങളുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? ഋഗ്വേദ, സാമവേദ, യജുർവേദ, അഥർവേദ. ആ 4 എണ്ണത്തിലുമായിട്ട് 4 പ്രീസ്റ്റുകളുണ്ട്. അവ എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്നും ആ 4 വേദങ്ങളെയും 4 പാർട്ടായിട്ട് തിരിക്കുന്നു എന്നും, പിന്നെ എന്താ പറയാ, ഉപനിഷത്ത് എന്താണ്, അതില് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്, കർമ്മകാണ്ഡ, ജ്ഞാനകാണ്ഡ എന്നിങ്ങനെ ഇവയെ തിരിച്ചിരിക്കുന്നത്, ഇങ്ങനത്തെ എല്ലാം ഇലാബറേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുന്നത് ഈ വേദിക് ഉപനിഷത്താണ്. അതുപോലെ തന്നെ നമുക്ക് അവിടെ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഹൃദയാണ്. അതെ, പ്രിയങ്ക പറഞ്ഞ കറക്റ്റ് ആണ്. വെസ്റ്റേണും കൂടുതൽ ചോദിക്കുന്നുണ്ട്. ഈ ക്ലാസിക്കൽ ഇന്ത്യൻ കഴിഞ്ഞിട്ട് കൂടുതലും വെയിറ്റേജ് വരുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വെസ്റ്റേൺ ഫിലോസഫി തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് കടക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ ഇതൊന്ന് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം കേട്ടോ. അപ്പോ ഈ പറഞ്ഞ പോലെ ഋത എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ തന്നെ കവർ ചെയ്യണം. ഈ പറയുന്ന ഋതയിൽ കൂടുതലും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്ത് ടേംസിലാണ് ഋത ഐഡന്റിഫൈ ചെയ്യുന്നത്. അത് സത്യ ആൻഡ് ധർമ്മ എന്ന് പറയുന്ന ടേംസിലാണ് ഋത എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ 2025 ഡിസംബർ സൈക്കിളിലോ അതോ ജൂൺ സൈക്കിളിലോ എന്തോ ആണെന്ന് തോന്നുന്നു ഇതേ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. പിന്നെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഡിവൈഡ് ചെയ്യുന്നത് 2 സെക്ഷൻ ആയിട്ടാണ്, ഹെറ്ററോഡോക്സ് സ്കൂൾ എന്നും ഓർത്തഡോക്സ് സ്കൂൾ എന്നും, അല്ലെങ്കിൽ എന്താ പറയാ നാസ്തിക എന്നും ആസ്തിക എന്നും. 2 രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. സാൻസ്ക്രിറ്റ് ടേംസിലും ചോദിക്കാം, ഇംഗ്ലീഷ് ടേംസിലും ചോദിക്കാം. അപ്പോൾ നാസ്തിക എന്ന് പറയുമ്പോൾ എന്താണ്, വേദങ്ങളുടെ അതോറിറ്റിയെ അക്സെപ്റ്റ് ചെയ്യാത്തവയും, ആസ്തിക എന്ന് പറയുമ്പോൾ വേദങ്ങളുടെ അതോറിറ്റിയെ അക്സെപ്റ്റ് ചെയ്യുന്നവയുമാണ്. അപ്പോൾ ഹെറ്ററോഡോക്സ് സ്കൂളിൽ, അതായത് നാസ്തിക സ്കൂളിൽ നമുക്ക് പഠിക്കേണ്ടത് 3 പേരെയാണ്, ചാർവാക, ജൈനിസം, ബുദ്ധിസം. സ്ട്രെസ് കൊടുത്ത് തന്നെ ഇവ 3നെയും പഠിക്കുക. കാരണം ഓരോ ടോപ്പിക്കിൽ നിന്നും അല്ലെങ്കിൽ ഓരോ ഏരിയയിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം അത്രയും വെയിറ്റേജ് ഉള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഈ കഴിഞ്ഞ ജൂണിലാണെങ്കിൽ പോലും ഏറ്റവും സിമ്പിൾ ആയിട്ട് എന്ന് വെച്ചാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിച്ച 2 ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. ജൈനിസത്തിലെ നയവാദയുടെ ക്രോണോളജിക്കൽ ഓർഡറും അതുപോലെ തന്നെ ബുദ്ധിസത്തിന്റെ എന്താ പറയാ ആ 12 ലിങ്ക്സ് ഉണ്ടല്ലോ അതിനെ ഓർഡർ ആക്കുക എന്നുള്ളത്. അത്
വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു വന്നായിരുന്നു. പക്ഷെ ഇത് പഠിച്ചിട്ടില്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യും, കൺഫ്യൂസ് ആയി പോകും അല്ലെ. അപ്പം നമ്മൾ അത്രയും കീൻ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അത്രയും സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കും നമ്മളെ കുഴപ്പിക്കാനായിട്ട് ഒരുപാട് വലിയ വലിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവരിടുക എന്നുള്ളത്. പക്ഷെ പറയാൻ പറ്റത്തില്ല, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും അവർ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നേരത്തെ വേദിക് ഉപനിഷത്തിൽ പറഞ്ഞതിൽ ഒരു കാര്യം നമ്മൾ നോക്കേണ്ടത്, ഈ കഴിഞ്ഞ എക്സാമിന് തന്നെ മഹാവാക്യാസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ മഹാവാക്യാസ് തന്നിട്ട് അത് ഏത് ഉപനിഷത്തിലാണ് പറഞ്ഞിട്ടുള്ളത്, അത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണെന്നാണ് തോന്നുന്നത്. അപ്പൊ ആ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, മാച്ച് ദ ഫോളോയിങ് ആയിട്ട് തന്നെയാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോ വിട്ടുപോകുന്ന പോയിന്റ്സ് ആയിരിക്കാം, പക്ഷെ നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ സ്കോറിനെയും അത് ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ചാർവാക ഫിലോസഫിയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പ്രമാണയാണ് മെയിൻ ആയിട്ട് നോക്കേണ്ട. പ്രത്യക്ഷ എന്ന് പറയുന്ന പ്രമാണം മാത്രമേ ചാർവാക അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. പാതി കൂടുതൽ കാര്യങ്ങളും ചാർവാക റിജക്ട് ചെയ്യുന്നു എന്ന് നമുക്കറിയാം അല്ലെ. ഇതൊക്കെയാണ് ഹെല്ല്, ആഫ്റ്റർ ലൈഫ്, ദെൻ 4 പുരുഷാർത്ഥാസില് ധർമ്മ, എന്താ മോക്ഷ, ഈ കാര്യങ്ങളൊക്കെ ചാർവാക റിജക്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചാർവാക അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ വെർബൽ ടെസ്റ്റിമണി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല. പ്രമാണയായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത് ആരെ മാത്രമാണ്, ഈ പറയുന്ന പ്രത്യക്ഷയെ മാത്രമാണ്. ബാക്കി അനുമാനെയും വെർബൽ ടെസ്റ്റിമണിയെയും അവർ പറയുന്നത് റിലേറ്റബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ചാർവാക പറയുന്നത്. അനുമാന എന്ന് പറയുന്നത് മിയർ ലീപ്പാണ്, അതായത് ഒരു ഡാർക്കില് ഉള്ള ഒരു ലീപ്പ് പോലെയാണ് ഇതിനെ പറയുന്ന, ഈ പറയുന്ന ഇതിനെ ഇൻഡക്ഷനെ ഇവര് പറഞ്ഞു പോകുന്നത്. അപ്പോ ചാർവാക വന്നിട്ട് ഏതിനെയാണ് പ്രമാണയായിട്ട് കണക്കാക്കുന്നത്, പ്രത്യക്ഷയെ മാത്രമാണ് പ്രമാണയായിട്ട്, വാലിഡ് പ്രമാണയായിട്ട് കണക്കാക്കുന്നത്. അതായിരിക്കും പറയുന്ന ഒരു കറക്റ്റ് ടേം. വാലിഡ് പ്രമാണയായിട്ട് കണക്കാക്കുന്നത് പ്രത്യക്ഷയെ മാത്രമായിരിക്കും. ഇൻഫറൻസിനെ അവരെന്താണ്, നിയർ ലീപ്പ് ഇൻ എ ഡാർക്ക് എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. വ്യാപ്തി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല, സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻഫറൻസിനെ റിലേ ചെയ്ത് നിൽക്കാൻ പറ്റില്ല എന്നുള്ള ഒരു പോയിന്റ് ആണ് ചാർവാക പറയുന്നത്. പിന്നെ ഹെഡനിസം, അതും ഈ പറയുന്ന ചാർവാകയുടെ മെയിൻ കോൺസെപ്റ്റ് ആണ്. കോൺഷ്യസ്നെസ് ആസ് എപ്പി ഫിനോമിനൻ എന്ന് പറയുന്നതും അതിന്റെ മെയിൻ കോൺസെപ്റ്റ് ആണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുക, കവർ ചെയ്ത് പോവുക. പിന്നെ ചാർവാകയെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന പല പേരുകളിൽ അറിയപ്പെടാറുണ്ട് അല്ലെ. ചിലപ്പോൾ അത് നമുക്ക് ഓഫൻ കൺഫ്യൂസിങ് ആയിട്ട് പോകാറുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കി വെക്കും. പിന്നെ ജൈനിസത്തിൽ വന്നിട്ട് തിയറി ഓഫ് നോളജ്, ദെൻ സബ്സ്റ്റൻസിനെ അവരെങ്ങനെയൊക്കെയാണ് തിരിക്കുന്നത്, പിന്നെന്താ ഈ ത്രിരത്ന, മഹാവൃദാസ്, അനുവൃദാസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജൈനിസത്തിൽ നോക്കി വെക്കാം. ബുദ്ധിസത്തിലും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും 4 നോബിൾ ട്രൂത്ത്സ് ഉണ്ട്, അഷ്ടാംഗ മാർഗമുണ്ട്, പിന്നെന്താ വരുന്നത് 4 സ്കൂൾസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് ബുദ്ധിസത്തിൽ മെയിൻ ആയിട്ട് നമുക്ക് കവർ ചെയ്ത് പോകേണ്ടത്. അപ്പോൾ ഓവറോൾ ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാവുക ഓർത്തഡോക്സ് സ്കൂളാണ്. ഓർത്തഡോക്സ് സ്കൂളിൽ നമുക്ക് 6 എണ്ണമാണ് ഉള്ളത്. ന്യായ, വൈശേഷിക, സാങ്ക്യ, യോഗ, പൂർവമീമാംസ, അതുപോലെ തന്നെ വേദാന്ത. ഇതിനെ എല്ലാത്തിനെയും നമ്മൾ അലൈഡ് സിസ്റ്റംസ് എന്നാണ് പറയുന്നത് അല്ലെ. ന്യായ, വൈശേഷിക എന്ന് പറയുന്നത് അലൈഡ് സിസ്റ്റംസ് ആണ്. കാരണം അവർ ഏകദേശം കുറെ കാര്യങ്ങളിൽ ഒത്തൊരുമിച്ച് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അവയെ എന്താ പറയാ അലൈഡ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. ന്യായയിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് തിയറി ഓഫ് നോളജ് പഠിക്കാനുണ്ട്. പിന്നെ ഹേതുവാഭാസ, അത് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടതാണ്. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്തായിട്ട് ഉറപ്പായിട്ടും കാണും. അതിപ്പോ ജനറൽ പേപ്പറിലും ചോദിക്കാവുന്നതാണ്, ഫിലോസഫി പേപ്പറിലും ചോദിക്കാവുന്നതാണ്. അതാണ് അതിന്റെ ഒരു കീ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മാത്രമുള്ള ഒരു ബെനിഫിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. ലോജിക്കൽ റീസണിങ് നമുക്ക് ചോദിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി സ്കോർ ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പൊ ന്യായയിലെ ഹേതുവാഭാസ എന്ന് പറയുന്ന ആ ഒരു പോർഷനും മെയിൻ ആയിട്ട് നോക്കും. പിന്നെ വൈശേഷിക വരുമ്പോൾ അവിടെ നമുക്ക് മെയിൻ ആയിട്ട് കാറ്റഗറീസ് ആണ് വരുന്നത്. കാറ്റഗറീസിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. സാങ്ക്യയിൽ വരുമ്പോൾ പുരുഷ പ്രകൃതി, അവയുടെ ഡിസ്റ്റിങ്ഷൻ, ദെൻ ഈ പുരുഷ പ്രകൃതിയുടെ തന്നെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള പ്രൂഫ്. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ എക്സാമിന് ഈ പ്രൂഫിൽ ഏതോ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു കാര്യം കവർ ചെയ്ത് പോവുക. പിന്നെന്താണ് യോഗ. യോഗയിൽ വരുമ്പോൾ അഷ്ടാംഗ യോഗയുണ്ട്, ചിത്തവൃത്തി നിരോധ ആ ഒരു കാര്യം, പിന്നെ അതുപോലെ തന്നെ സ്റ്റേജസ് ഓഫ് ചിത്തഭൂമി ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യോഗയും നമുക്ക് കവറായി പോകും. ഈ യോഗയിലും ഈ പറയുന്ന ചിത്തഭൂമിയുടെ സ്റ്റേജസ് ആണെന്ന് തോന്നുന്നു. ഈ സ്റ്റേജസ് നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അതൊന്ന് ഓർഡറിൽ നോക്കി വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും.
പിന്നെ പൂർവ്വമീമാംസയിൽ വന്ന് നോക്കുമ്പോൾ നമുക്ക് രണ്ടുപേരെയാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്, കുമാരിലെയും അതുപോലെ തന്നെ പ്രഭാകരെയും. അവര് രണ്ടുപേരും ബേസിക്കലി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അവ തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ എന്താണെന്നും നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് അറിഞ്ഞു വെക്കാം. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ അസേർഷൻ റീസണോ ഒക്കെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാൻ ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് തിയറി ഓഫ് എറർ കൂടുതലായിട്ട് കാണാൻ പറ്റും അല്ലെ. വേദാന്തയിൽ വരുമ്പോഴത്തേക്കും തിയറി ഓഫ് എറർ കൂടുതലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഓരോ തിയറി ഓഫ് എററും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, അവ എന്തിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വരികയാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ വേദാന്തയിൽ വന്നിട്ട് എന്തൊക്കെയാ വരുന്നത്, അദ്വൈതയുണ്ട്, വിശിഷ്ട അദ്വൈതയുണ്ട്, ദ്വൈതയുണ്ട്, ദ്വൈത അദ്വൈതയുണ്ട്, അതുപോലെ തന്നെ ശുദ്ധ അദ്വൈത. ഇത്രയാണ് നമുക്ക് ഈ ഒരു വേദാന്ത സെക്ഷനിൽ വരുന്നത്. അപ്പോ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഒരു ടോപ്പിക് പോലും നമുക്ക് വിട്ട് കളയാൻ പറ്റത്തില്ല. എല്ലാ ഏരിയാസും നമുക്ക് നോക്കിപ്പോയാൽ മാത്രമേ നമുക്ക് ഫുൾ സ്കോർ എന്ത് ചെയ്യാൻ പറ്റൂ. അതെ, എറേഴ്സ് അല്പം കൺഫ്യൂസിങ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചാർട്ട് പോലെ മേക്ക് ചെയ്ത് വെക്കാം. ആരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ മെയിൻ ആയിട്ടുള്ള പേര് നോക്കി വെക്കുക. എന്നിട്ട് അതിൽ വരുന്ന ഷെല്ലിന്റെ സിൽവറും ഷെല്ലും തമ്മിലുള്ള ആ ഒരു എക്സാമ്പിൾസ് ഉണ്ടല്ലോ, അതൊക്കെ ഒരു ചാർട്ടായിട്ട് നോക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അതുപോലെ തന്നെ റിവൈസ് ചെയ്യാനും അത് എളുപ്പമായിരിക്കും അല്ലെ. അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഒരു കാര്യം നോക്കുക, എങ്ങനെയാണ് ആ ഒരു എറർ അവർ പറയുന്നത്, ആരാണ് ആ സ്കൂളില് കീവേഡ് നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന രീതിയിൽ എററിനെ ഐഡന്റിഫൈ ചെയ്യാം. ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി പോവാവുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വരുന്നത് എന്തായിരിക്കും, ക്ലാസിക്കൽ വെസ്റ്റേൺ ഫിലോസഫിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ. ക്ലാസിക്കൽ വെസ്റ്റേൺ ഫിലോസഫി ആണ് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതും വളരെ വെയിറ്റേജ് കൂടുതലുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. കാരണം നമുക്ക് ഇവിടെ ഒരുപാട് ഫിലോസഫേഴ്സിനെ പഠിക്കാനുണ്ട്. അപ്പോൾ യൂണിറ്റ് 1 ഉള്ളതുപോലെ തന്നെ വെയിറ്റേജ് കൂടുതൽ വരുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് ഈ ഒരു ക്ലാസിക്കൽ വെസ്റ്റേൺ ഫിലോസഫി എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് കവർ ചെയ്യേണ്ടത് പ്രീ സോക്രട്ടിക് ഫിലോസഫേഴ്സ് ആണ്. പ്രീ സോക്രട്ടിക് ഫിലോസഫേഴ്സിൽ മെയിൻ ആയിട്ട് വരുന്നത് എന്താണ്, ആരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത്, അതായത് അവരൊരു ബേസിക് ആയിട്ടുള്ള യൂണിവേഴ്സിന്റെ ബേസിക് സ്റ്റഫ് എന്താണ് എന്നുള്ള കാര്യമാണ് ഇവരെല്ലാവരും ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളത് അല്ലെ. തെയിൽസ് ആയാലും അനാക്സഗോറസ് ആയാലും അനാക്സിമീൻസ് ആയാലും അയോണൈറ്റ്സ് ആയാലും പൈതഗോറസ് ആയാലും പാമനൈറ്റ്സ്, ഹെറാക്ലിറ്റസ്, ഡെമോക്രിറ്റസ്, ഇവരെല്ലാരും തന്നെ യൂണിവേഴ്സിന്റെ ബേസിക് സ്റ്റഫ് എന്താണെന്ന് ചോദിച്ചു പോയിട്ടുണ്ട്. പാമനൈറ്റ്സ് ചോദിച്ചിരുന്നു. യെസ്, അപ്പോ എന്താണ് പാമനൈറ്റ്സിന്റെ ബേസിക് സ്റ്റഫ് എന്താണെന്നാണോ ചോദിച്ചത്? എനിക്ക് ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. അപ്പൊ ഇവരുടെ എല്ലാം എന്താണ് പാമനൈറ്റ്സ് ചോദിച്ചിരുന്നു. അതെ, അപ്പോ ഇവരുടെ വന്നിട്ട് ബേസിക് സ്റ്റഫ് എന്തായിരിക്കും, ബീയിങ് കോൺസെപ്റ്റ് ആണ് ചോദിച്ചത്. ഓക്കെ, അപ്പോ ടെയിൽസ് വന്നിട്ട് എന്താണ് പറയുന്നത്, വാട്ടർ ആണ് പറയുന്നത്. അനാക്സഗോറസ് വന്നിട്ട് എന്തായിരുന്നു പറയുന്നത്, ഒന്ന് പറയാൻ ശ്രമിക്കൂ. എയർ. അനാക്സഗോറസ് അനാക്സി മീൻസ്, അയ്യോ എനിക്കിപ്പോ കൺഫ്യൂഷൻ ആയല്ലോ. എപ്രിയോൺ, അനാക്സഗോറസ് എയർ, അനാക്സി മീൻസ് എപ്രിയോൺ, അങ്ങനെയാണോ? ഒന്ന് നമുക്ക് നോക്കാം. ഏതായിരിക്കും വരുന്നത്? കാണുന്നില്ല. എപ്രിയോൺ ആണ് അനാക്സഗോറസ്. ഓക്കെ, അനാക്സ് മീൻസ് ആണ് എയർ പറയുന്നത് അല്ലെ. പിന്നെ വന്നിട്ട് അയോണിയൻസ് ഉണ്ട്. പൈതഗോറസ് വന്നിട്ട് മാത്സിലാണ് എല്ലാം ബേസ് ചെയ്തിട്ട് പറയുന്നത്. നമ്പേഴ്സ്, മാത്സ് അല്ല നമ്പേഴ്സിലാണ് എല്ലാം ബേസ് ചെയ്തിട്ട് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്, പൈതഗോറസിൽ പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, സോളിന്റെ കാര്യത്തിൽ അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം നോക്കി വെക്കാം. പിന്നെ വന്നിട്ട് പാമനൈറ്റ്സ്, ഹെറാക്ലീറ്റസ്, ഡെമോക്രിറ്റസ്, തിയറി ഓഫ് ട്രാൻസ്മിഗ്രേഷൻ. യെസ്, പൈതഗോറസ് തിയറി ഓഫ് ട്രാൻസ്മിഗ്രേഷൻ പറയുന്നുണ്ട്. ദെൻ പാമനൈറ്റ്സ് വന്നിട്ട് ബീയിങ്ങും, ഹെറാക്ലീറ്റസ് വന്നിട്ട് ചേഞ്ചിനെ കുറിച്ചാണ് പറയുന്നത്. ഡെമോക്രിറ്റസ് വന്നിട്ട് ആറ്റംസിനെ കുറിച്ച്. അപ്പൊ ആ ഒരു കാര്യം, ഹെറാക്ലീറ്റസ് ആണ് ഫയറിനെ കുറിച്ച് പറയുന്നത്. യെസ്, അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം.
പിന്നെ വരുന്നത് സോഫിസ്റ്റ്, സോക്രട്ടീസ്. അവര് എന്താ പറയാ, സോക്രട്ടീസ് എന്ന് പറയുമ്പോൾ, സോഫിസ്റ്റ് എന്ന് പറയുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ട് നോളജ് ഇമ്പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാരായിരുന്നു അല്ലെ. അവരുടെ ആ ഒരു ടീച്ചിങ് ഓഫ് ആർട്ടിനെ നമ്മൾ റെട്ടോറിക് എന്നും പറയുന്നുണ്ടായിരുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുക. പിന്നെ സോക്രട്ടീസിന്റെ തിയറി ഉണ്ട്, പ്ലേറ്റോ നമുക്ക് നോക്കി പോണം, അരിസ്റ്റോട്ടിൽ ഉണ്ട്, അരിസ്റ്റോട്ടലിന്റെ എന്താണ് ഈ ഫോംസ് ആൻഡ് മാറ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. ഇതെല്ലാമാണ് നമുക്ക് എന്തിൽ വരുന്നത്, യൂണിറ്റ് 2 ഒരു ഫസ്റ്റ് പോർഷനിൽ നമുക്ക് വരുന്നത്. പ്രോട്ടോകോറസ് ആൻഡ് ഗോർഗിയാസ്. യെസ്, നമ്മൾ അവരെയും ടച്ച് ചെയ്ത് പോവാറുണ്ട്. പക്ഷെ നമ്മുടെ ഈ സിലബസിൽ വന്നിട്ട് പ്രോട്ടോകോറസ് ആൻഡ് ഗോർഗിയാസിന്റെ പേര് അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അവരെയും നോക്കാറുണ്ട്. കാരണം എന്താണ്, അവര് സോഫിസ്റ്റില് വരുന്ന ആൾക്കാരാണ്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് മിഡീവിയൽ ആൻഡ് മിഡീവിയൽ ഫിലോസഫി. മിഡീവിയൽ ഫിലോസഫിയിൽ വന്നിട്ട് സെന്റ് അഗസ്റ്റിൻ, സെന്റ് അൻസലം, സെന്റ് തോമസ് അക്വിനാസ്, ഇവർ ഇത്രയും പേരാണ് മിഡീവിയൽ ഫിലോസഫിയിൽ വന്നിട്ടുള്ളത്. മാൻ ഇസ് ദ മെഷർ ഓഫ് ഓൾ തിങ്സ് ചോദിക്കാറില്ലേ, ഉണ്ട്. പ്രോട്ടോകോറസിന്റെ കോട്ടാണ് മാൻ ഇസ് ദ മെഷർ ഓഫ് ഓൾ തിങ്സ് എന്ന് പറയുന്നത്. അത് ചോദിക്കാറുണ്ട്. ഹോമോ വെൻച്വറ എന്നുള്ള പേരിലും അത് ചോദിക്കാറുണ്ട്. ഓക്കെ, മെഡീവിയൽ ഫിലോസഫിയിൽ നമ്മൾ നോക്കുമ്പോൾ കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്ന ഒരു പാർട്ടാണ് അല്ലെ, അഗസ്റ്റിൻ, അൻസലം, തോമസ് അക്വിനാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ പാർട്ടില് ഗോഡിനെ കുറിച്ച് ഇവരെന്താണ് പറഞ്ഞിരിക്കുന്നത്, ഗോഡിന്റെ പ്രൂഫിന് വേണ്ടിയിട്ട് ഇവരെന്താണ് കൊടുത്തിരിക്കുന്നത്, ഈ ഒരു കാര്യം നോക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് മോഡേൺ വെസ്റ്റേൺ ഫിലോസഫിയാണ്. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചാർട്ട് പോലെ എടുത്ത് ഇട്ടിട്ടുണ്ട്. ഡേക്കാർട്സ്, സ്പിനോസ, ലേബനീസ്, ഈ 3 പേരാണ് നമുക്ക് വരുന്ന റാഷണലിസ്റ്റ് ഫിലോസഫേഴ്സ് എന്ന് പറയുന്നത്. ഡേക്കാർട്സിന്റെ ഫിലോസഫിയിൽ നമുക്ക് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് മൈൻഡ് ബോഡി ഡ്യുവലിസം ആണ്. സ്പിനോസയുടെ വരുമ്പോഴത്തേക്കും നമുക്ക് മോണിസവും അതേപോലെ തന്നെ പാൻതീസം, വൺ സബ്സ്റ്റൻസിനെയാണ് അദ്ദേഹം സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ആ ഒരു കാര്യമാണ് സ്പിനോസയുടെ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കേണ്ടത്. പിന്നെ വരുന്നത് ലെയ്ബനീസ്. ലെയ്ബനീസിന്റെ മൊണാഡോളജിയും അതുപോലെ തന്നെ പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ഹാർമണിയും ചോദിക്കാറുള്ള ഒരു ഏരിയ ആണ്, അതും പഠിക്കാം. പിന്നെ നമുക്ക് വരുന്നത് ലോക്ക്, ബെർക്ക്ലി, ഹ്യൂം, ഇവരാണ് നമ്മുടെ 3 എംപിരിസിസ്റ്റ് എന്ന് പറയുന്നത്. ലോക്കിന്റെ ടാബ്ല റാസ എന്ന് പറയുന്ന കോൺസെപ്റ്റും, മൈൻഡ് ഇസ് ലൈക്ക് എ ബ്ലാങ്ക് സ്റ്റേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റും, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇന്നേറ്റ് ഐഡിയാസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ദെൻ പ്രൈമറി സെക്കൻഡറി ക്വാളിറ്റീസിനെ അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ലോക്കിൽ നോക്കേണ്ടത്. പിന്നെ ബെർക്ക്ലി വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഐഡിയലിസം, എസ്സേയിസ്റ്റ് പെർസിപ്പി എന്ന് പറയുന്ന കോൺസെപ്റ്റ് മെയിൻ ആയിട്ട് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഹ്യൂമിലേക്ക് വരുമ്പോഴത്തേക്കും തിയറി ഓഫ് കോസാലിറ്റി, കോസാലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് ചാടിക്കേറി ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് തെറ്റാറും ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം വരരുത് എങ്കിൽ കോസാലിറ്റി എന്ന് പറയുന്ന ടോപ്പിക് എന്ത് ചെയ്യുക, നന്നായിട്ട് നോക്കാം. പിന്നെ മെയിൻ ആയിട്ട് ഈ ഒരു എന്താണ് വെസ്റ്റേൺ ഫിലോസഫിയിൽ നമ്മൾ നോക്കേണ്ട ആള് കാന്റ് ആണ്. കാന്റിന്റെ ക്രിട്ടിക്കൽ ഫിലോസഫി, കാറ്റഗറീസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, അദ്ദേഹത്തിന്റെ തിയറി ഓഫ് നോളജ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. സിന്തറ്റിക് അപ്രയോറി എന്ന് പറയുന്നത്, അതിലേക്ക് അദ്ദേഹം എങ്ങനെ എത്തി എന്നുള്ളത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നൂമിന ഫിനോമിന ഡിസ്റ്റിങ്ഷൻ, അത് ഈ പറയുന്ന ജൂൺ 2026 എക്സാമിനും അതുപോലെ തന്നെ ഡിസംബർ 2025 സെഷനും ഈ നൂമിന ഫിനോമിന ഡിസ്റ്റിങ്ഷൻ നമ്മൾ ചോദിച്ച് കാണുന്നുണ്ട്. അതായത് ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ വരുന്നത് ഹെഗലിന്റെ ഡയലക്ട്രിക് മെത്തേഡ്, തീസിസ്, ആന്റിതീസിസ്, സിന്തസിസ്, ആ ഒരു കാര്യവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ യൂണിവേഴ്സൽ സ്പിരിറ്റ്, ഗൈസ്റ്റ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റുമാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കാണുന്നത്. അപ്പോൾ വെസ്റ്റേൺ ഫിലോസഫിയിൽ നമ്മുടെ യൂണിറ്റ് 1 പോലെ തന്നെ നമുക്കൊന്നും തന്നെ അവോയ്ഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒന്നല്ല, എല്ലാം കവർ ചെയ്ത് പോയേ പറ്റും. പിന്നെ നമുക്ക് വരുന്നത് യൂണിറ്റ് 3 ഇന്ത്യൻ എത്തിക്സ് ആണ്. ഇന്ത്യൻ എത്തിക്സ് വരുമ്പോൾ കമ്പാരേറ്റീവ്ലി യൂണിറ്റ് 1ഉം യൂണിറ്റ് 2ഉം നോക്കുമ്പോൾ കമ്പാരേറ്റീവ്ലി വെയിറ്റേജ് കുറവുള്ള ഏരിയ ആണ് ഇന്ത്യൻ എത്തിക്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 1ൽ ഈ പറയുന്ന യൂണിറ്റ് 3ലെ കുറച്ച് ഏരിയാസ് എല്ലാം നമ്മൾ കവർ ചെയ്ത് പോകും എന്നുള്ളതാണ്. കോൺസെപ്റ്റ് ഓഫ് പുരുഷാർത്ഥ നമ്മൾ നേരത്തെ പറഞ്ഞ ചാർവാകയിൽ മെൻഷൻ ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ. അതിൽ നമ്മൾ ചാർവാകയുടെ കാര്യം പറഞ്ഞിരുന്നു. ഏതൊക്കെ? ഈ പറയുന്ന ധർമ്മയും മോക്ഷയും റിജക്ട് ചെയ്തു എന്നുള്ളത്. അർത്ഥ, കാമ മാത്രമേ ചാർവാക അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ കോൺസെപ്റ്റ് ഓഫ് പുരുഷാർത്ഥ അവിടെയും നമുക്ക് കേട്ട് പരിചയമുണ്ട്. ഇവിടെ വരുമ്പോൾ ഇവിടെയും കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു ടോപ്പിക് അതിലങ്ങ് കവർ ആവും. പിന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ള പോർഷൻ ശ്രേയസ് ആൻഡ് പ്രേയസ്, യമയും നാച്ചികേതയും തമ്മിലുള്ള ഡയലോഗിന്റെ
ബേസിസിലാണ് ഈ ശ്രേയസ് ആൻഡ് പ്രേയസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത്. അതിൽ ആരാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്, ശ്രേയസ് ആണോ പ്രേയസ് ആണോ എന്നുള്ള കാര്യത്തിൽ ഒരു അസേർഷൻ റീസൺ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോ അങ്ങനത്തെ ടോപ്പിക് നോക്കുക. പിന്നെ വർണ്ണാശ്രമ ധർമ്മ സാധാരണ ധർമ്മ, ഈ പേരൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും അയ്യോ എന്തോ വലിയ സംഭവമാണ്. പക്ഷെ വെറും നമ്മൾ കേട്ട് പരിചയമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. വർണ്ണ എന്ന് പറയുമ്പോൾ നമ്മുടെ കർമ്മയും ഗുണയും അനുസരിച്ച് നമ്മുടെ ലൈഫിന്റെ ഇത് തിരിക്കുന്നത് ഏതാ പറയാ, നമ്മളെ ബ്രാഹ്മണ ക്ഷത്രിയ ശൂദ്ര വൈശ്യാസ് എന്ന് പറയത്തില്ലേ, ആ ഒരു ക്ലാസ് സിസ്റ്റത്തിനെയാണ് വർണ്ണ എന്ന് പറയുന്നത്. അതേസമയം ആശ്രമ എന്ന് പറയുന്നതോ നമ്മുടെ ലൈഫ് സ്റ്റേജസിനെ തിരിക്കുന്നത്, ബ്രഹ്മചര്യ ഗാർഹസ്ഥ്യ സന്യാസ വാനപ്രസ്ഥ എന്ന് പറയുന്നത്, വാനപ്രസ്ഥ സന്യാസ എന്ന് പറയുന്ന ആ ഒരു ലൈഫ് സ്റ്റേജസിനെയാണ് ആശ്രമ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ധർമ്മ സാധാരണ ധർമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺസെപ്റ്റ് ഓഫ് ഡ്യൂട്ടിയെ തന്നെയാണ് അവിടെയും സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ സാൻസ്ക്രിറ്റ് ടേമിൽ കേൾക്കുമ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാന്ന് വിചാരിക്കും, പക്ഷെ ശരിക്കും നമുക്ക് അറിയാന്നുള്ള കോൺസെപ്റ്റ് തന്നെയാണ് അവിടെ വരുന്നത്. പിന്നെ രണ ആൻഡ് യജ്ഞം, ആ ഒരു കോൺസെപ്റ്റ് നോക്കി വെക്കുക, അതിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുണ്ട്. പിന്നെ വരുന്നത് കർമ്മയോഗ സ്ഥിതപ്രജ്ഞ സ്വധർമാലോക സംഗ്രഹ, ഇതെല്ലാം ഭഗവത്ഗീത റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം വരുന്നത്. പിന്നെ അപൂർവ അദൃഷ്ടം എന്നിട്ട് അൺസീൻ പവറിനെ സൂചിപ്പിക്കുന്നു, അതും നമ്മൾ യൂണിറ്റ് 1 വന്നിട്ട് കുറച്ച് കവർ ചെയ്ത് പോകും. പിന്നെ സാധ്യ സാധന, സാധ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ അൾട്ടിമേറ്റ് ലിബറേഷനെയും, സാധന എന്ന് പറയുമ്പോൾ അതിലേക്ക് എത്താനുള്ള ഗോൾസിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു കാര്യങ്ങളിലൊക്കെ അത്ര വലുതായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടില്ല സാധ്യ സാധനയൊക്കെ. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല, അടുത്ത തവണ ചോദിച്ചാലോ, അതും എന്ത് ചെയ്യാം, അതും കൂടി ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോകും. പിന്നെ ലോ ഓഫ് കർമ്മ, കർമ്മ ഏതൊക്കെ രീതിയിൽ തിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഈ ഒരു ഇന്ത്യൻ എത്തിക്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഹൃദ സത്യ യോഗക്ഷേമ അഷ്ടാംഗ യോഗ, അഷ്ടാംഗ യോഗ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നോക്കും ജൈനിസത്തിലെ കാര്യങ്ങൾ, ത്രിരത്ന പഞ്ചവ്രത എന്നൊക്കെ ഉള്ളത്, 3 types ഓഫ് കർമ്മ. യെസ്, കറക്റ്റ്. അപ്പോ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നോക്കും. പിന്നെ ബുദ്ധിസത്തിലെ കാര്യം നമ്മളിപ്പോ ഇവിടെ എക്സ്ട്രാ ആയിട്ട് നോക്കുന്നതാണ്. ഉഭയ കൗശൽ ബ്രഹ്മവിഹാര, ബ്രഹ്മവിഹാരയിൽ വരുന്ന മൈത്രി കരുണ മുണ്ടിത ഉപേക്ഷ എന്ന് പറയുന്ന കാര്യങ്ങൾ, ഇതെല്ലാം കവർ ചെയ്ത് പോവാം. ഈ ബുദ്ധിസത്തിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോ ഇതെല്ലാം നമ്മൾ കവർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ എത്തിക്സും പെട്ടെന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ നമ്മൾ പെട്ടെന്ന് പഠിച്ചു പോകാൻ പറ്റും. എന്താ പറയാ, നമ്മൾ ഒരു തവണ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ കയറുന്ന കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ചാർബാഗയുടെ ഹെഡനിസ് ആയാലും നമുക്ക് യൂണിറ്റ് 1 കാണാവുന്നത് കൊണ്ട് തന്നെ ഇതിൽ പെട്ടെന്ന് നമുക്ക് കണക്ട് ആവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതില് കമ്പാരിറ്റീവ്ലി വെയിറ്റേജ് കുറവാണ് എന്നുള്ളതും ആലോചിക്കാം. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് വെസ്റ്റേൺ എത്തിക്സ് ആണ്. വെസ്റ്റേൺ എത്തിക്സിൽ വരുമ്പോഴത്തേക്കും കോൺസെപ്റ്റ് ഓഫ് ഗുഡ്, റൈറ്റ്, ജസ്റ്റിസ്, പിന്നെ ഇവിടെ യുഡെയ്മോണിസം, കാർഡിനൽ വെർച്യൂസ്, ഈ കാര്യങ്ങള് എന്ത് നോക്കുക, മെയിൻ ആയിട്ട് നോക്കുക. ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുണ്ട്. യുഡെയ്മോണിസം, അരിസ്റ്റോട്ടലിന്റെ യുഡെയ്മോണിസവും അതുപോലെ തന്നെ കാർഡിനൽ വെർച്യൂസും ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുണ്ട്. പിന്നെ ഈഗോയിസം, ആൾട്രൂസം, യൂണിവേഴ്സലിസം, ഇതിന്റെ ബേസിക് ഡിസ്റ്റിങ്ഷൻ മനസ്സിലാക്കാൻ നോക്കുക. വെസ്റ്റേൺ എത്തിക്സിൽ ഇതിന്റെ ബേസിക് ഡിസ്റ്റിങ്ഷൻ എന്താണ്, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ നോക്കുക. ഹീനയാന മഹായാന കൺഫ്യൂസിങ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം എന്ത് ചെയ്യുക, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ജസ്റ്റ് ഒന്ന് നമ്മളൊരു കോൺസെപ്ച്വൽ ക്ലാരിറ്റി വരുത്തുക. എന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു ചാർട്ട് മെയ്ഡ് ചെയ്ത് വെക്കാം. ഏതൊക്കെ സ്കൂള് ഏതിലൊക്കെയാണ് വരുന്നത് എന്നുള്ള ഒരു ചാർട്ട് നമ്മൾ മെയ്ഡ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് റിപ്പീറ്റഡ്ലി അത് വായിക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന കോൺസെപ്റ്റ് എല്ലാം നമ്മുടെ മൈൻഡിൽ സ്റ്റേബിൾ ആയിട്ട് ഫിക്സ് ആവാൻ തുടങ്ങും. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ആദ്യം ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റി കൊണ്ടുവരിക, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഈ പറയുന്ന പോലെ നമ്മൾ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യാൻ നോക്കുക. എന്നും റിവൈസ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് ഒരു കീ ടിപ്പായിട്ട് നോക്കുക. വിജ്ഞാനവാദ ചോദിച്ചിരുന്നു എക്സാമിന്. ഓക്കെ, അപ്പോ നമുക്ക് ആൻസർ കീ വരാത്തത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ മിസ്സിംഗ് ആണ് അല്ലെ, അത് നമ്മുടെ ഒരു ഡ്രോബാക്ക് ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ വെസ്റ്റേൺ എത്തിക്സിലേക്ക് വരുമ്പോഴത്തേക്കും ഈഗോയിസം, ആൾട്രൂയിസം, യൂണിവേഴ്സലിസം, ഈ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഡിസ്റ്റിങ്ഷൻ നോക്കി വെക്കുക. പിന്നെ നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് നോക്കേണ്ടത് കാന്റിന്റെ മോറൽ തിയറി. ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. കാറ്റഗോറിക്കൽ ഇമ്പറേറ്റീവും അതുപോലെ തന്നെ മാക്സിംസും നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ഈ ഒരു കാന്റിന്റെ മോറൽ തിയറി പഠിക്കാം.
ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാനും ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. റിലേറ്റഡ് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോർഷൻ ആണ് ക്യാൻഡ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ അവിടെ ഏതാണ് രണ്ടാമത്തെ യൂണിറ്റിലും ക്യാൻഡിനെ കണ്ടു, ഇപ്പൊ നാലാമത്തെ യൂണിറ്റിലും ക്യാൻഡിനെ കണ്ടു അല്ലെ. അങ്ങനെ നമുക്ക് ക്യാൻഡിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരും. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് നോക്കേണ്ടത് യൂട്ടിലിറ്റേറിയനിസം. അവിടെ ആരൊക്കെയാണ് വരുന്നത്? ബെന്താമും JS മില്ലും വരുന്നുണ്ട്. അവര് എങ്ങനെയൊക്കെയാണ് യൂട്ടിലിറ്റേറിയനിസത്തെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഈ യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. പിന്നെ വരുന്നത് തിയറീസ് ഓഫ് പണിഷ്മെന്റ് ആണ്. നമുക്ക് 4 തിയറീസ് ഓഫ് പണിഷ്മെന്റ് ആണ് പഠിക്കാനുള്ളത് അല്ലെ. ഏതൊക്കെയാണ്? റിട്രിബ്യൂട്ടീവ് തിയറി ഉണ്ട്. അത് ഏതാ വരുന്നത്? I for an I. നമ്മളൊരു ക്രൈം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അതേ ഇമ്പാക്റ്റിലുള്ള ഒരു പണിഷ്മെന്റ് തിരിച്ചു കിട്ടുക എന്ന് പറയുന്നതാണ് റിട്രിബ്യൂട്ടീവ് എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ട് ഏതാ ഉള്ളത്? ഡിറ്ററന്റ് ഉണ്ട്. ഡിറ്ററന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോ ഒരാള് ഒരു ഷീപ്പിനെ മോഷ്ടിച്ചു, അയാളെ പണിഷ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? മറ്റൊരാള് ആ ഒരു ക്രൈമിനെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഡിറ്ററന്റ് തിയറി ഓഫ് പണിഷ്മെന്റ് വരുന്നത്. പിന്നെ വരുന്നത് പ്രിവെന്റീവ്. ഒരാൾ ഒരു ക്രൈം ചെയ്തു, ഇനി അയാൾ അത് സൊസൈറ്റിയിൽ ഇറങ്ങി ആവർത്തിക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടി അയാൾക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കുന്നതാണ് പ്രിവെന്റീവ് തിയറി എന്ന് പറയുന്നത്. ദെൻ പിന്നെ ഉള്ളത് റിഫോർമേറ്റീവ് തിയറി. റിഫോർമേറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു ക്രൈം നടക്കുകയാണെങ്കിൽ അതൊരു ബിഹേവിയറൽ ഇഷ്യൂ കാരണമാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ ക്രൈം ചെയ്ത ആളെ കൗൺസിലിംഗ് കൊടുക്കുക, അല്ലെങ്കിൽ എന്താ ഈ പറയുന്ന പോലെ റിഫോം ചെയ്തെടുക്കുക. അയാളെ നാളേക്ക് വേണ്ടി വാർത്തെടുക്കുന്ന പോലെ ഒന്ന് നന്നാക്കി എടുക്കാനാണ് ഇത് നോക്കുന്നത്. റിഫോർമേറ്റീവ് തിയറി നോക്കുന്നത്. അപ്പൊ അങ്ങനെ 4 തിയറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് ഈ കേൾക്കുമ്പോ ശരിയാണ്, നമുക്ക് ഈ ഒരു തിയറി ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓഫൺ കൺഫ്യൂസിങ് ആണ്. പക്ഷെ മെയിൻ ആയിട്ട് നമ്മൾ ഈ 4 ടേംസ് നോക്കി വെക്കുക. റിട്രിബ്യൂട്ടീവ്, ഡിറ്ററന്റ്, പ്രിവെന്റീവ്, റിഫോർമേറ്റീവ്. ഈ ഒരു 4 എണ്ണം നമ്മൾ നോക്കി വെക്കുക. പിന്നെ പല ടേംസും ഒരു അംബ്രല്ല ടേം പോലെ വരുന്നുണ്ട്. ഇപ്പോ ഈ പണിഷ്മെന്റിൽ തന്നെ നമുക്ക് 2 ടേംസ് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് സിമിലർ അല്ലേ എന്ന് തോന്നാം. അത് ഒരേ കാര്യം തന്നെ 2 പേരിൽ പറയുന്നതൊക്കെ കാണാറുണ്ട്. അതൊരു അംബ്രല്ല ടേം പോലെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ വരുന്നത് ഇമോട്ടീവ്സും, പ്രിസ്ക്രിപ്റ്റീവ്സും, ഡിസ്ക്രിപ്റ്റീവ്സും. ഈ കാര്യങ്ങൾ ആരൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളത് നോക്കി വെക്കുക. ഇത് ഏതോ ഒരു തവണ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെതെല്ലാം നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു യൂണിറ്റ് എന്ത് ചെയ്യും? നമുക്ക് കവർ ചെയ്ത് പോവാം. ഇതിൽ നിന്നൊരു 5 തൊട്ട് 6 ക്വസ്റ്റ്യൻസ് വരെയൊക്കെ നമുക്ക് യൂണിറ്റ് 4ൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് ഈ ഒരു യൂണിറ്റ് 4ൽ നിന്ന് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞ് വരുന്നത് കണ്ടംപററി ഇന്ത്യൻ ഫിലോസഫി ആണ്. ഇതിൽ നമുക്ക് 17 പേരെയാണ് പഠിക്കാനുള്ളത്. 17 ഫിലോസഫേഴ്സിനെ പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ പഠിക്കാനുണ്ട്. ഇതിൽ മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുള്ളത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ വിവേകാനന്ദ, ദെൻ അരബിന്ദോ, ഇക്ബാല്, ടാഗോർ, KC ഭട്ടാചാര്യ, ദെൻ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഉണ്ട്, മഹാത്മാഗാന്ധി ഉണ്ട്, BR അംബേദ്കർ ഉണ്ട്. ഇത്രയും പേരെയാണ് മെയിൻ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ബാക്കിയുള്ളവരെ ചോദിക്കില്ല എന്നുള്ളതല്ല, അവർ ഇമ്പോർട്ടന്റ് അല്ല എന്നുമല്ല ഞാൻ പറയുന്നത്. മെയിൻ ആയിട്ട് ചോദിക്കുന്നത് ഇത്രയും പേരെയാണ്. എന്ത് ചെയ്യുക? ബാക്കിയുള്ളവരുടെ കോൺസെപ്റ്റുകൾ നോക്കി വെക്കാം. മാച്ച് ദ ഫോളോവിങ് വരുന്ന ഒരു ചാപ്റ്റർ ആണിത്. ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് കൂടുതലും ഫാക്ട് ബേസ്ഡ് ആണ്. ഒരു കോൺസെപ്റ്റ് ഇന്ന ആള് പറഞ്ഞു എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റും അല്ലെ. അല്ലെങ്കിൽ ഇന്ന വർക്ക് ആരുടെയാണ് എന്ന് ചോദിക്കുന്നത്. ഇപ്പൊ സാവിത്രി എന്ന് പറയുന്ന ഒരു വർക്ക് തന്നിട്ട് അത് ആരുടെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ അറിയണം അത് അരബിന്ദോടെ ആണ് എന്നുള്ളത്. ആ രീതിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോ അങ്ങനെ എന്ത് ചെയ്യുക? സ്ട്രെസ് കൊടുത്ത് ഈ ഒരു ചാപ്റ്റർ കവർ ചെയ്ത് പോവുക. ആദ്യം വെയിറ്റേജ് ഉള്ള ആൾക്കാരെ കവർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നീട് ബാക്കിയുള്ളവരെ നോക്കി നോക്കി വരിക. ഈ 17 പേരെയും പഠിക്കാൻ ചിലപ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുമെന്നില്ല. പക്ഷെ ബേസിക് ആയിട്ട് അവരെന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നെങ്കിലും നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ വരുന്നത് നമ്മുടെ റീസെന്റ് വെസ്റ്റേൺ ഫിലോസഫി യൂണിറ്റ് 6 ആണ്. ഇതും അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. എന്താ, ഇതിനെ വന്നിട്ട് നമുക്ക് 4 തിരിച്ചിരിക്കുന്നത്. ഒന്ന് അനലിറ്റിക് ആൻഡ് കോണ്ടിനെന്റൽ ഫിലോസഫി, പിന്നെ വന്നിട്ട് ഫിനോമിനോളജി ആൻഡ് എക്സിസ്റ്റൻഷ്യലിസം, പ്രാഗ്മറ്റിസം, പോസ്റ്റ് മോഡേണിസം. ഇങ്ങനെ 4 പോർഷൻ ആയിട്ടാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനെ സബ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അനലിറ്റിക് ആൻഡ് കോണ്ടിനെന്റൽ ഫിലോസഫിയിൽ വരുന്നത് ഫ്രിഗൻ.
ഫസ്റ്റ് വൺ ഫ്രിഗയാണ്. ഫ്രിഗയുടെ സെൻസ് ആൻഡ് റെഫറൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ലോജിക്കൽ പോസിറ്റിവിസം വരുമ്പോഴത്തേക്കും അവിടെ വന്നിട്ട് വെരിഫിക്കേഷൻ തിയറിയും അതുപോലെ തന്നെ എലിമിനേഷൻ ഓഫ് മെറ്റാഫിസിക്സ്, ഈ രണ്ട് ടോപ്പിക് കവർ ചെയ്ത് പോകണം. ഈ ഫിലോസഫേഴ്സിൽ എല്ലാവരും തന്നെ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ടോപ്പിക്സ് നോക്കിയതിന് ശേഷം വേണം ബാക്കിയുള്ളത് നമുക്ക് നോക്കിപ്പോവാം. പിന്നെ മൂറിന്റെ വരുമ്പോഴത്തേക്കും എന്താ വരുന്നത്? കോമൺ സെൻസ് ഡിഫൻസും റെഫ്യൂട്ടേഷൻ ഓഫ് ഐഡിയലിസവും ആണ് മൂറിന്റെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നാച്ചുറലിസ്റ്റിക് ഫാലസിയും ഇദ്ദേഹത്തിന്റെ ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുണ്ട്. റസലിന്റെ വരുമ്പോൾ തിയറി ഓഫ് ഡെഫിനറ്റ് ഡിസ്ക്രിപ്ഷൻ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പിന്നെ വിറ്റ്ഗൻസ്റ്റൈൻ വരുമ്പോഴത്തേക്കും ഏർലിയർ വിറ്റ്ഗൻസ്റ്റൈനും ഉണ്ട്, ലേറ്റർ വിറ്റ്ഗൻസ്റ്റൈനും ഉണ്ട്. ഇതിന്റെ ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള പിക്ചർ നമുക്ക് ഉണ്ടായിരിക്കണം. കാരണം അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഈ വിറ്റ്ഗൻസ്റ്റൈന്റെ ഏർലിയറും ലേറ്ററും കമ്പയർ ചെയ്ത് ചോദിക്കുന്ന ഒരു ട്രെൻഡ് നമ്മൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നോക്കുക. പിന്നെ വരുന്നത് ഗിൽബർട്ട് റൈൽ, ഗിൽബർട്ട് റൂൾ അല്ല, ഗിൽബർട്ട് റൈൽ ആണ്, സോറി. അപ്പോ ഗിൽബർട്ട് റൈലിന്റെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് മെയിൻ ആയിട്ട് കാറ്റഗറി മിസ്റ്റേക്ക് ആണ് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം ആരെ ക്രിട്ടിക്ക് ചെയ്തിട്ടുണ്ട്? ഡേക്കാർട്സിനെ ക്രിട്ടിക്ക് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ കാര്യവും ഗിൽബർട്ട് റൈലിൽ നോക്കി പോവാം. പിന്നെ വരുന്നത് AJ അയ്യർ. AJ അയ്യറിന്റെ ഒരു ടോപ്പിക്കേ നമുക്ക് അതിൽ പഠിക്കാനുള്ളൂ, ആ ഒരു കാര്യം നോക്കുക. പിന്നെ കോയിന്റെ വന്നിട്ട് 2 ഡോഗ്മാസ് ഓഫ് എംപിറിസിസം, ഇതും നോക്കുക. AJ അയ്യർ ഇമോട്ടിവിസം, യെസ് കറക്റ്റ്. അത് കഴിഞ്ഞ് പിന്നെ HP ഗ്രൈസ്, PS സ്ട്രോസൺ, ഇവരുടെ വലുതായിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറില്ല. എന്നാലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ളവരെ എന്നാലും എന്ത് ചെയ്യുക, നല്ല വെയിറ്റേജ് കൊടുത്ത് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിക്കുക എന്നുള്ളതാണ്. യെസ് ക്രിറ്റിസിസം ആണ് അവരുടെ വരുന്നത്. പിന്നെ വന്നിട്ട് ഫിനോമിനോളജി ആൻഡ് എക്സിസ്റ്റൻഷ്യലിസം ആണ്. ഇതില് ഉള്ള എല്ലാ ആൾക്കാരെയും നമ്മൾ പഠിച്ചേ പറ്റും. ഹുസേൾ ആയാലും ഹെഡഗർ ആയാലും കിർക്കെഗാർഡ്, സാർത്രേ, മെർലോപോണ്ടെ എല്ലാം തന്നെ നമ്മൾ പഠിക്കണം. ഹുസേളിന്റെ ദ സെയിം കോൺസെപ്റ്റ് വരും. ഹുസേളിന്റെ എന്താണ് ഫിനോമിനോളജിക്കൽ റിഡക്ഷൻ, ഹെയ്ഡഗറിന്റെ ദ സെയിം കോൺസെപ്റ്റ്, പിന്നെ കിർക്കെഗാർഡിന്റെ കോൺസെപ്റ്റ്, സാർത്രയുടെ ബാഡ് ഫെയ്ത്ത്, മെർലോപോണ്ടിയുടെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? കവർ ചെയ്ത് പഠിച്ചാലേ പറ്റുള്ളൂ. പിന്നെ പ്രാഗ്മറ്റിസത്തിൽ വന്നിട്ട് 2 പേരാണുള്ളത്, വില്യം ജെയിംസ്, ജോൺ ഡെവി. പിന്നെ വന്നിട്ട് പോസ്റ്റ് മോഡേണിസം, നീഷയുടെ ഏതാണ്? വിൽ ടു പവർ ആണ് നോക്കേണ്ടത്. റിച്ചാർഡ് റോട്ടിയുടെ വന്നിട്ട് എഡിഫൈങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അത് നോക്കണം. ഇമാനുവൽ ലെവനാസിന്റെ വന്നിട്ട് അതർ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ഇതാണ് ലെവനാസിന്റെ മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യവും കൂടി ആകുമ്പോഴത്തേക്കും യൂണിറ്റ് 6 നമുക്ക് കവർ ആയി പോകും. പിന്നെ വരുന്നത് യൂണിറ്റ് 7 ആണ്. യൂണിറ്റ് 7 വന്നിട്ട് നേരത്തെ നമ്മൾ യൂണിറ്റ് 3 പറഞ്ഞതുപോലെ തന്നെ വലിയ വെയിറ്റേജ് ഉള്ള ഒരു ഏരിയ അല്ല. എന്നിരുന്നാലും ഡയറക്റ്റ് ആയിട്ടായിരിക്കും ഇതിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇപ്പോ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഫിലോസഫി ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നിന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. മഹാഭാരത, കൗടില്യ, കമണ്ഡകി, ഇതിലെങ്ങനെയാണ് ഒരു സ്റ്റേറ്റിനെ ഗവേൺ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ മെയിൻ ആയിട്ട് പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് കിട്ടും എന്നുള്ളതാണ്. ഇത്രയും ടോപ്പിക് കവർ ചെയ്താൽ മതി. അഡീഷണൽ ആയിട്ട് ഇതിൽ നിന്ന് വലുതായിട്ട് അങ്ങനെ ചോദിച്ചു കാണാറില്ല. ഇത്രയും ടോപ്പിക് തന്നെ കവർ ചെയ്താൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതും 7th ചാപ്റ്ററിന്റെ തന്നെ ബാലൻസ് ആയിട്ട് വരുന്നതാണ്. ഇതിൽ സ്വദേശി, സത്യാഗ്രഹ, സർവോദയ, ഇതെല്ലാം നമുക്ക് മഹാത്മാഗാന്ധിയുടെ കോൺസെപ്റ്റിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പോ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈ ഒരു ചാപ്റ്റർ പെട്ടെന്ന് നമുക്ക് പഠിച്ചു പോകാൻ പറ്റും. പിന്നെ വരുന്നത് യൂണിറ്റ് 8 സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഫിലോസഫി വെസ്റ്റേൺ ആണ് നമുക്ക് പിന്നെ വരുന്നത്. അല്ല ഫസ്റ്റ് വരുന്നത് പ്ലേറ്റോയുടെ ഐഡിയൽ സ്റ്റേറ്റ് ആൻഡ് ജസ്റ്റിസ് ആണ് വരുന്നത്. പ്ലേറ്റോ പഠിക്കാനുണ്ട്. പ്ലേറ്റോയുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്ലേറ്റോയെ സംബന്ധിച്ച് ജസ്റ്റിസ് എന്താണ് എന്ന് ചോദിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യം, ഒരേ കോൺസെപ്റ്റ് തന്നെ ഒന്നിൽ കൂടുതൽ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? ഒരു ചാർട്ട് പോലെ ആക്കി വെച്ച് ഓരോരുത്തരും എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മാപ്പ് ചെയ്ത് വയ്ക്കുക. സോഷ്യൽ കോൺട്രാക്ട് തിയറി തന്നെ 3 പേര് പറയുന്നുണ്ട്, ലോക്ക്, ഹോബ്സ്, റൂസ്. ഹോബ്സ് പറയുന്നത് ഈ സ്റ്റേറ്റിന് മുന്നേ ഉള്ള സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്ന് പറയുന്നത് നാസ്റ്റി ആയിരുന്നു, ഭയങ്കര കയോട്ടിക് ആയിരുന്നു എന്നൊക്കെയാണ് ഹോബ്സ് പറയുന്നത്. അപ്പോ നമ്മുടെ ആ ഒരു ഫ്രീഡം നമ്മൾ ഗിവപ്പ് ചെയ്താൽ മാത്രമേ നല്ലൊരു ലൈഫ് നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നും അതിനാൽ തന്നെ നമ്മൾ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടണം എന്നും പറഞ്ഞിട്ടാണ് ഒരു സ്റ്റേറ്റ് ഫോം ചെയ്യുന്നത്. ആ സ്റ്റേറ്റിന്റെ ഗവൺമെന്റിന് ഒരു അബ്സലൂട്ട് മൊണാർക്കിയാണ് ആര് കൊടുക്കുന്നത്? ഹോബ്സ് കൊടുക്കുന്നത്.
അതേസമയം ലോക്ക് ആണെങ്കിലോ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എക്സസൈസ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഗവൺമെന്റിനെ ഓവർത്രൂ ചെയ്യാനുള്ള ഒരു ഫ്രീഡം ആര് തരുന്നുണ്ട്? ലോക്ക് തരുന്നുണ്ട്. റൂൾസ് വന്നിട്ട് ജനറൽ ബില്ലിനെയാണ് പറയുന്നത്. അപ്പോൾ സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്ന് പറയുന്ന ടോപ്പിക് വരുമ്പോൾ ഈ 3 പേരും എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഇസയ ബെർലിന്റെ കോൺസെപ്റ്റ് ഓഫ് ലിബർട്ടി, അതിൽ പോസിറ്റീവ് ലിബർട്ടി, നെഗറ്റീവ് ലിബർട്ടി എന്നുള്ള കാര്യങ്ങൾ നോക്കുക. ബെർണാഡ് വില്യംസിന്റെ ഐഡിയ ഓഫ് ഇക്വാലിറ്റി. പിന്നെ ലിബറലിസം വരുമ്പോൾ നേരത്തെ നമ്മൾ സോഷ്യൽ കോൺട്രാക്ട് തിയറി പറഞ്ഞതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ലിബറലിസത്തിലും വരുന്നുണ്ട്. റോൾസ് ഉണ്ട്, നോസിക് ഉണ്ട്, ഡ്വർക്കിൻ ഉണ്ട്, അമർത്യാസൻ ഉണ്ട്. ഇത്രയും പേര് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നോക്കി വെക്കാം. പിന്നെ മാർക്സിസത്തിൽ മെയിൻ ആയിട്ട് ഡയലക്ട്രിക്കൽ മെറ്റീരിയലിസം അതുപോലെ തന്നെ ഏലിനേഷൻ, ഈ ഒരു കാര്യത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്നു 2 തവണ എന്തോ ഈ ഡയലക്ട്രിക്കൽ മെറ്റീരിയലിസത്തിന് തന്നെ ഓർഡർ ആക്കാനായിട്ടൊക്കെ വന്നിട്ടുണ്ട്, ക്രോണോളജിക്കൽ ഓർഡർ എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ മാർക്സിസവും ഈ ഒരു യൂണിറ്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ വരുന്നത് കമ്മ്യൂണിറ്റേറിയനിസം. കമ്മ്യൂണിറ്റേറിയനിസത്തിൽ ആരെയൊക്കെ വരുന്നുണ്ട്? ചാൾസ് ടൈലറിന്റെ തിയറി വരുന്നുണ്ട്, മെക്കൻഡിയറിന്റെ വരുന്നുണ്ട്, മൈക്കിൾ സാൻഡലിന്റെ വരുന്നുണ്ട്. ഈ 3 പേരെയും നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ. കാരണം കമ്പാരിസൺ വെച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മാച്ച് ദ ഫോളോയിങ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 പേരുടെയും തിയറി നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ ചാൾസ് ടൈലറിന്റെ അതുപോലെ തന്നെ മൾട്ടി കൾച്ചറലിസം, ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുണ്ട്. പൊളിറ്റിക്സ് ഓഫ് റെക്കഗ്നിഷൻ, ആ ഒരു കാര്യവും പഠിച്ചിരിക്കണം. പിന്നെ വിൽക്കിൻലിക്കയുടെ കൺസംഷൻ ഓഫ് മൈനോറിറ്റി റൈറ്റ്സ്, ഇതും അറിഞ്ഞിരിക്കണം. പിന്നെ ഫെമിനിസം വന്നിട്ട് നമുക്ക് ഏതൊക്കെ വേവ്സ് ആണുള്ളത്, ആ വേവില് എന്തൊക്കെയായിരുന്നു കൊണ്ടുവന്നത്, ഏതൊക്കെ മെയിൻ ഐഡിയ ആണ് കൊണ്ടുവന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. കാരണം മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിച്ച് കാണാറുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. പിന്നെ വരുന്നത് നമ്മുടെ യൂണിറ്റ് 9 ലോജിക്. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഇല്ലാണ്ട് നമുക്ക് നെറ്റ് എക്സാം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഊഹിക്കാനേ പറ്റത്തില്ല അല്ലെ. ഇതിൽ നിന്ന് ഏതൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും വരുന്നത്? സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ ചോദിക്കാറുണ്ട്. പിന്നെ എന്താണ്, നമ്മുടെ ഫാലസി ചോദിക്കാറുണ്ട് അല്ലെ, ഇല്ലിസിറ്റ് മേജർ, ഇല്ലിസിറ്റ് മൈനർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഈ കഴിഞ്ഞ എക്സാമിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിൽ ഏതാണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ഫാലസി എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം മറക്കാതെ തന്നെ നോക്കി പോവുക, സ്ക്വയർ ഓഫ് ഒപ്പോസിഷനും അതുപോലെ തന്നെ ഫാലസിയും. പിന്നെ വരുന്നത് ക്വാണ്ടിഫിക്കേഷൻ റൂൾ. ഇതും ഒരു ഷ്യൂർ ക്വസ്റ്റ്യൻ ആണ്, ലോജിക്കിൽ വരുന്ന ഒരു ഷ്യൂർ ക്വസ്റ്റ്യൻ ആണ് ക്വാണ്ടിഫിക്കേഷൻ റൂൾ എന്ന് പറയുന്നത്. പിന്നെ കഴിഞ്ഞ ഡിസംബർ സൈക്കിളിൽ വന്നിട്ട് അരിസ്റ്റോട്ടലിയൻ ലോജിക്കും ബൂലിയൻ ലോജിക്കും തമ്മിലുള്ള ഡിഫറൻസ് വെച്ചിട്ട് അസർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ഒന്ന് കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ലോജിക്കിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്, അപ്പൊ പെട്ടെന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും അല്ലെ. പിന്നെ വരുന്നത് നമ്മുടെ 10th ചാപ്റ്റർ ആണ് അപ്ലൈഡ് ഫിലോസഫി. ഇതുവരെ നമ്മൾ നോക്കിയ ചാപ്റ്റേഴ്സിൽ അപ്ലൈഡ് ഫിലോസഫിക്ക് ഒരു വെയിറ്റേജ് കുറവാണ്. നമുക്ക് മെയിൻ ആയിട്ട് ഇതിൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് എൻവയോൺമെന്റൽ എത്തിക്സും മെഡിക്കൽ എത്തിക്സും ആണ്. ടെക്നോളജിയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കില്ല എന്നുള്ളതല്ല, എന്നാൽ പോലും കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത് എൻവയോൺമെന്റൽ എത്തിക്സും മെഡിക്കൽ എത്തിക്സും ആണ്. ആർനെ നെയ്സിൻ്റെത്, ആൾഡോ ലിയോപോൾഡിൻ്റെത് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ പീറ്റർ സിംഗർ, മെയിൻ ആയിട്ട് പീറ്റർ സിംഗറിനെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് മെഡിക്കൽ എത്തിക്സിൽ ഡോക്ടർ പേഷ്യന്റ് റിലേഷൻഷിപ്പ്, അതിനെ എങ്ങനെയൊക്കെയാണ് തിരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം, യുദ്ധനേഷ്യയുടെ കാര്യം, ഇതെല്ലാം മെഡിക്കൽ എത്തിക്സിൽ വരും. പിന്നെ മീഡിയ എത്തിക്സ് ഒക്കെ അങ്ങനെ ചോദിക്കുന്നത് വലുതായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. 1-2 ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിച്ചാലായി എന്നുള്ളതേ ഉള്ളൂ. അത് അവര് ഓരോ സൈക്കിളിലും ട്രെൻഡ് ഇങ്ങനെ മാറി മാറി വരും. ഒരു ടോപ്പിക് ഇത്തവണത്തെ എക്സാമിന് ചോദിച്ചുവെങ്കിൽ അടുത്ത തവണത്തെ എക്സാമിന് ചിലപ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് വേറൊരു ടോപ്പിക് ആയിരിക്കും അപ്ലൈഡ് ഫിലോസഫി എന്ന് ചോദിക്കുന്നത്. പിന്നെ നമുക്ക് കണ്ടംപററി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ് ഈ ഒരു അപ്ലൈഡ് ഫിലോസഫി എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ 10 യൂണിറ്റും കവർ ആകും. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് വെയിറ്റേജ് വരുന്നത് 1ാമത്തെ ചാപ്റ്ററിൽ വരുന്നുണ്ട്, 2ാമത്തെ ചാപ്റ്ററിൽ വരുന്നുണ്ട്. 1, 2 എന്ന് പറയുമ്പോൾ ക്ലാസിക്കൽ ഇന്ത്യൻ ഫിലോസഫിയും അതുപോലെ തന്നെ 2ാമത്തത് വെസ്റ്റേൺ ഫിലോസഫിയാണ്. പിന്നെ വന്നിട്ട് 6ാമത്തെ ചാപ്റ്റർ, അതായത് റീസൺ വെസ്റ്റേണിൽ വരുന്നുണ്ട്. പിന്നെ യൂണിറ്റ് 3 എന്ന് പറയുന്നത് വെയിറ്റേജ് അത്യാവശ്യം കുറവാണ്. യൂണിറ്റ് 3, യൂണിറ്റ് 10 ഇതൊക്കെ അത്യാവശ്യം വെയിറ്റേജ് കുറവുള്ള ചാപ്റ്റേഴ്സ് ആണ്. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സ്, യൂണിറ്റ് 9 ആണെങ്കിൽ ലോജിക് നമുക്ക് ഷ്യൂർ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഒരു
ഓവറോൾ സിലബസ് ഓവർവ്യൂ എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ ട്രെൻഡും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു എക്സാം, ജൂണിലെ എക്സാമിന് മാറി ചോദിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് അസേർഷൻ റീസണിന്ന് മാറി അവർ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ് ഇത്തവണ ചോദിച്ചത്. ഇപ്പൊ കുറച്ച് ഒരു അടുപ്പിച്ച് 3 സൈക്കിളായിട്ട് അവർ അസേർഷൻ റീസണിൽ തന്നെയായിരുന്നു ഉറച്ചു നിന്നത്. പക്ഷെ ഇത്തവണത്തെ എക്സാമിന് വന്നിട്ട് ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ പോലും ഉണ്ടായിരുന്നില്ല. ഫുള്ള് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതും കൺഫ്യൂസിംഗ് ആയിട്ട് ചോദിച്ച പല ക്വസ്റ്റ്യൻസ് കണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ചിലത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, സിമ്പിളും ഡയറക്റ്റും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഏത് രീതിയിൽ വന്നാലും പ്രിപ്പയർഡ് ആയിരിക്കണം. ആ ഒരു രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എക്സാമിന് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടത്. ഇപ്പോ ജൂൺ എക്സാം എഴുതിയവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലെ, ഏത് കട്ട് ഓഫ് ആയിരിക്കും ക്വാളിഫൈ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഇനി JRF വേണ്ടി ശ്രമിക്കുന്നവരുണ്ട് എങ്കിൽ നമ്മൾ ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്, പ്രിപ്പയർ ചെയ്തു പോവേണ്ടത്. ഇനി നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് യൂഷ്വലി പറ്റുന്ന തെറ്റുകൾ. നമ്മളിപ്പോ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് തെറ്റുകൾ നമുക്ക് പറ്റും അല്ലെ, പറ്റാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണ്, നമ്മളെല്ലാവരും മനുഷ്യരാണ്, സ്വാഭാവികമാണ്. പക്ഷെ അത് പിന്നെയും ആവർത്തിക്കുമ്പോഴാണ് നമുക്ക് എന്ത് പറ്റുന്നത്, അബദ്ധം പറ്റുകയും നമ്മുടെ എക്സാം ക്ലിയർ ആയി പോവാതെയും ആകുന്നത്. അപ്പൊ അത് മാറ്റാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ക്ലിയർ സ്ട്രാറ്റജി. നമുക്കൊരു ക്ലിയർ കട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ വേണം. നമ്മൾ എന്ത് പഠിക്കണം, ഏത് പഠിക്കണം എന്നുള്ള ഒരു പിക്ചർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിത്തം തുടങ്ങി പാതി വഴി എത്തുമ്പോൾ സ്റ്റക്ക് ആവും. പിന്നെ നമുക്ക് പഠിക്കാനേ തോന്നത്തില്ല എന്നുള്ള അവസ്ഥയിലേക്കാവും. അപ്പോൾ അത് വരാതിരിക്കാൻ ആദ്യമേ എന്ത് ചെയ്യുക, ഒരു പ്ലാൻ ഉണ്ടാക്കി വെക്കുക. ഓർഗനൈസ്ഡ് ആയിട്ട് പോകാനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി വെക്കുക. പിന്നെ വരുന്നത് ലാക്ക് ഓഫ് കോൺസെപ്ച്വൽ ക്ലാരിറ്റി. എല്ലാം പഠിക്കും, പക്ഷെ ബേസിക് ആയിട്ട് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. എല്ലാം പഠിച്ചു, ഓക്കെ, സിലബസ് എല്ലാം കവർ ചെയ്തു, പക്ഷെ ഒരു കാര്യം എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ അതെവിടെ കിടക്കുന്നു എന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പൊ ഒരു ടോപ്പിക് എടുക്കുമ്പോഴത്തേക്കും അതിന്റെ A to Z കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോവാം. അതൊരു കുഞ്ഞു ടോപ്പിക് ആയിക്കോട്ടെ, വലിയ ടോപ്പിക് ആയിക്കോട്ടെ, A to Z കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഉള്ള യൂസ്ഫുൾനെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും അതിനെ ആൻസർ ചെയ്യാനും പറ്റും. ആ ഒരു രീതിയിൽ തന്നെ പഠിക്കാം. പിന്നെ വരുന്ന തെറ്റെന്ന് പറയുന്നത് ഒരുപാട് സോഴ്സസിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമുക്കിപ്പോ അറിയാം അല്ലെ, ഓൺലൈൻ സോഴ്സസ് ഒരുപാടുണ്ട്, യൂട്യൂബിൽ നമുക്ക് ഒരുപാട് ക്ലാസ്സസ് ഉണ്ട്, പിന്നെ നമ്മൾ ടെക്സ്റ്റുകൾ അവൈലബിൾ ആണ്, പിന്നെ ഈ പറയുന്ന പോലെ കോച്ചിങ് എടുക്കുന്നവരാണെങ്കിൽ മെന്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരാളിൽ റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. അല്ലാണ്ട് എല്ലാത്തിനെയും ഇപ്പം ഇവിടെ നിന്ന് കുറച്ച് പഠിച്ചു, ഇപ്പൊ I+ന്റെ ക്ലാസ്സിൽ നിന്ന് കുറച്ച് പഠിച്ചു, അത് കഴിഞ്ഞ് വേറൊരു യൂട്യൂബ് ചാനൽ കണ്ടപ്പോ ഇത് കൊള്ളാലോ എന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവുക, അല്ലെങ്കിൽ വേറൊരു ബുക്ക് കണ്ടപ്പോ ഇത് കൊള്ളാം എന്ന് പറഞ്ഞ് അതെടുക്കുക, എന്നിട്ട് എല്ലാം കൂടി നോട്ട് എഴുതി വെക്കുക, ഒന്നും പഠിക്കുന്നില്ല. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യത്തില്ല, മര്യാദയ്ക്ക് ഒന്നും തന്നെ പഠിക്കാൻ പറ്റത്തില്ല, ഒന്നും തലയിൽ നിൽക്കത്തില്ല. അപ്പോൾ ആ ഒരു കാര്യം ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാൻ നോക്കുക, റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ്, 1-2 സോഴ്സിൽ നിൽക്കുക, നല്ല രീതിയിൽ നോട്ട് പ്രിപ്പയർ ചെയ്യുക, ആ നോട്ട് റിപ്പീറ്റഡ്ലി റിവൈസ് ചെയ്യുക. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ ഓവർലോഡ് ആവുമ്പോൾ ഉള്ള പ്രശ്നം എന്താണ്, നമുക്ക് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യവും കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴത്തേക്കും നമുക്ക് A അല്ല അല്ലെങ്കിൽ D അല്ല എന്ന് അറിയാമായിരിക്കും, ഓപ്ഷൻസ് Aയും അല്ല Dയും അല്ല എന്ന് അറിയാമായിരിക്കും, പക്ഷെ B ആണോ C ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ എല്ലാവരിലും കണ്ടുവരാറുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, ക്ലിയർ ആയിട്ട് പഠിച്ചു പോവാം. ഒരു കാര്യം പഠിക്കുമ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ക്ലിയർ ആയിട്ട് ആദ്യം തൊട്ട് അവസാനം വരെ പഠിക്കുക. അത് നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. നമ്മൾ ഈ വായിച്ച് പഠിക്കുമ്പോഴത്തേക്കും ഓക്കെ, ചിലർക്ക് അത് തന്നെ ആയിരിക്കും ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ, നമ്മുടെ ഹാൻഡ് റിട്ടൺ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണ്, നമുക്കത് മനസ്സിൽ പതിയും, സ്റ്റേബിൾ ആയിട്ട് തന്നെ അത് അവിടെ നിൽക്കും. ആ ഒരു ഗുണം ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നോക്കുക. പിന്നെ റിവിഷൻ ഇല്ലാതിരിക്കുക. നമ്മളെല്ലാം പഠിക്കും, പക്ഷെ റിവിഷൻ ചെയ്യില്ല. അങ്ങനെ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല, പഠിച്ചത് കൂടി വേസ്റ്റ് ആവത്തേ ഉള്ളൂ. അപ്പോൾ റിവൈസ് ചെയ്യുക, ഡെയിലി റിവൈസ് ചെയ്യുക. അത് കഴിഞ്ഞ് ഒരു കാര്യം പഠിച്ച് 3 ദിവസം കഴിഞ്ഞ് പിന്നെയും റിവൈസ് ചെയ്യുക, വീക്കിലി അത് റിവൈസ് ചെയ്യുക, മന്ത്ലി റിവൈസ് ചെയ്യുക. ഇങ്ങനെ റിവൈസ് ചെയ്ത് പോകുമ്പോൾ
പിന്നെ നമുക്ക് ഒന്നേന്ന് ഇത് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഒന്ന് വായിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ അതുപോലെ തന്നെ ഈ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു കാര്യം ടോപ്പിക്സ് ഹൈലൈറ്റ് ചെയ്ത് പോവാം. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ അപ്പോ മാർക്കർ പെൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. അത് ഹൈലൈറ്റ് ചെയ്ത് പോവാം. അപ്പൊ പെട്ടെന്ന് നമ്മൾ ആ ഒരു ടോപ്പിക്ക് കാണുമ്പോൾ മനസ്സിലാവണം അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതൊരു നല്ലൊരു മെത്തേഡാണ് കേട്ടോ പഠിക്കാനും അല്ലെങ്കിൽ നമ്മുടെ മെമ്മറി കൂട്ടാനായിട്ടുള്ള ഒരു നല്ലൊരു മെത്തേഡാണ് ഈ ഹൈലൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാ, ഈ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഹൈലൈറ്റിംഗ് മാത്രം നോക്കിയാലും മതി, നമുക്ക് പെട്ടെന്ന് ആ ഒരു എൻറ്റയർ ടോപ്പിക് കവർ ആയി കിട്ടും. ഓക്കെ, പിന്നെ വരുന്നത് ജസ്റ്റ് പഠിച്ച് മാത്രം അല്ലെങ്കിൽ വായിച്ച് മാത്രം പോവാ, MCQs ഒന്നും തന്നെ പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്ത് പറ്റും, നമുക്ക് റിയൽ എക്സാമിന് ചെല്ലുമ്പോഴത്തേക്കും ഭയങ്കര ആൻസൈറ്റി ആയി പോകും. നമുക്ക് അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ക്വസ്റ്റ്യൻ എങ്ങനെ ആണ് ഫേസ് ചെയ്യേണ്ടത് എന്നറിയത്തില്ല, ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക് എത്തും. അപ്പം അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. ടൈം മാനേജ്മെന്റ് ചെയ്യാനും അതുപോലെ തന്നെ ആൻഷ്യസ് ഫീലിംഗ് ഒഴിവാക്കാനും പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത് അല്ലെങ്കിൽ അതിനു വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ MCQസിലൂടെ നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു തെറ്റ്, പേപ്പർ 1നെ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല, കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് ഹാൻഡ് റിട്ടൺ നോട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ മെമ്മറൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അങ്ങനെ 3 റിവിഷൻസ് കഴിഞ്ഞു, ഓക്കെ വെരി ഗുഡ്, നല്ല സ്ട്രാറ്റജി ആണല്ലോ കുട്ടിയുടെ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, ഓക്കെ വെരി ഗുഡ്. അപ്പോ ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, ഹാൻഡ് റിട്ടൺ നോട്ട് ആവുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മുടെ ഡീപ്പായിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കും എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പൊ പ്രിപ്പയർ ചെയ്തില്ല എന്ന് പറഞ്ഞ വേറെ തെറ്റും കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ചെയ്തു കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്നുള്ളതേ ഉള്ളൂ. ജസ്റ്റ് ഇപ്പോ എലാബറേറ്റ് ആയിട്ട് എഴുതി വെക്കണമെന്നില്ല, ഓരോരോ കുഞ്ഞു കുഞ്ഞു ബ്രീഫ് ആയിട്ട് ബുള്ളറ്റിൻ പോയിന്റ്സ് ആയിട്ട് എഴുതി വെച്ചാലും നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും എന്നേ ഉള്ളൂ. മാമിനെ ഞാൻ കുറെ ഡിസ്റ്റർബ് ചെയ്തിരുന്നു കഴിഞ്ഞ എക്സാമിന്. അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല, അതിന് വേണ്ടിയിട്ടാണല്ലോ മെന്റേഴ്സ് ഉള്ളത്. അതൊന്നും കുഴപ്പമില്ല, ഓർക്കുന്നുണ്ട്, എനിക്ക് പേർക്ക് ഓർമ്മയുണ്ട്, കുഴപ്പമില്ല, അതൊക്കെ ഓക്കെയാണ്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തു എന്നും എക്സാം നല്ല രീതിയിൽ എഴുതിയെന്നും ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഒക്കെ? എളുപ്പമായിരുന്നോ? എങ്ങനായിരുന്നു? മോഡറേറ്റ് ആയിരുന്നോ? നല്ലതായിരുന്നു. ഓക്കെ, താങ്ക് യു. നല്ല സന്തോഷം കേട്ടോ അത് കേട്ടപ്പോ. ഓക്കെ, അപ്പൊ നമുക്ക് തിരിച്ചു വരാം. പേപ്പർ 1 ടഫായിരുന്നു കുറച്ച്. എല്ലാരും പറയുന്നുണ്ടായിരുന്നു പേപ്പർ 1 നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ചോദ്യങ്ങൾ വന്നു അല്ലെ, വന്ദേ മാതരമൊക്കെ ചോദിച്ചതായിട്ട് വന്നു അല്ലെ. യെസ്, ഞാനും അത് കണ്ടായിരുന്നു. വന്ദേ മാതരത്തിന്റെ ഓർഡർ ഒക്കെ ചോദിച്ചു, നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻ ആയിപ്പോയി. ഓക്കെ, അപ്പോ എന്ത് ചെയ്യാ, പേപ്പർ 1 നമ്മള് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. നമ്മൾ അവസാനം പഠിക്കാം എന്ന് വെച്ചിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അബദ്ധമായി പോകും. നമ്മൾ ഈ പേപ്പർ 2 ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മളെല്ലാം പഠിച്ച് എല്ലാം കവർ ചെയ്യും. പക്ഷെ പേപ്പർ 1 വരുമ്പോഴത്തേക്കും അവിടെ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് JRF കിട്ടാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ അത് വരാതിരിക്കണമെങ്കിൽ പേപ്പർ 1 കവർ ചെയ്ത് തന്നെ പോവാം. പിന്നെ നമുക്ക് നോക്കാനുള്ളത് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യും. ആദ്യം നമ്മുടെ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോഴത്തേക്കും എന്താ, നെറ്റ് സിലബസ് എന്താണ് എന്ന് തന്നെ നോക്കുക. ഓക്കെ, ബുക്ക് ഫോളോ ചെയ്ത് അതൊക്കെ ഓക്കെ ആണ്. ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ ബുക്കായിരിക്കും എന്താണ് ഓക്കെ ആയിട്ട് തോന്നുന്നത്, അതൊന്നും കുഴപ്പമില്ല, ഓക്കെ ആണ്. അത് കഴിഞ്ഞ് ഇനി പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിലേക്ക് പോകുമ്പോഴത്തേക്കും ഫസ്റ്റ് വൺ സിലബസ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഏതൊക്കെ ഏരിയാസിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്, ആരെയൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്, ആരുടെ ടോപ്പിക്കിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ മാച്ച് ദ ഫോളോയിങ് ആണോ, ക്രോണോളജിക്കൽ ആണോ, അസേർഷൻ റീസൺ ആണോ, സ്റ്റേറ്റ്മെന്റ് വൈസ് ആണോ, എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കി പോവുക. അപ്പോൾ നമുക്ക് ഓവറോൾ ഒരു ഐഡിയ കിട്ടും, എങ്ങനെയായിരിക്കും നമ്മൾ എക്സാം എഴുതാൻ പോവേണ്ടത് എന്നുള്ള ഒരു ഓവറോൾ ഐഡിയ കിട്ടും. പിന്നെ വരുന്നത് ഓരോ യൂണിറ്റിനെയും മൈക്രോ ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്കറിയാം ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ബൾക്ക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അതിനെ കുഞ്ഞായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുക. അതുപോലെ തന്നെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ടോപ്പിക്സിനെ നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. നേരത്തെ പറഞ്ഞ തിയറി ഓഫ് എറർ പോലെ കമ്പയർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും. അല്ലാണ്ട് ഒരെണ്ണം പഠിച്ച് മറ്റേത് നോക്കുമ്പോൾ
ആദ്യം പഠിച്ചത് ചിലപ്പോൾ നമ്മൾ മറക്കും. അപ്പൊ ഒരു ചാർട്ട് പോലെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും. ഓക്കെ, ഇന്ന ആൾ ഇത് പറഞ്ഞു, അടുത്ത ആൾ ഇത് പറഞ്ഞു എന്നുള്ള ഒരു പിക്ചർ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കും. എന്തൊക്കെ മറന്നാലും നമ്മൾ ആ ചാർട്ട് മറക്കത്തില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഫിക്സ് ആക്കി വെക്കാം. പിന്നെ വരുന്നത് പേപ്പർ 1ഉം പേപ്പർ 2. നേരത്തെ പറഞ്ഞ പോലെ തന്നെ തുടക്കം തൊട്ടേ ഇതിന് രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ്, ഒരു 10 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടാകുന്ന ഗുണം എന്തെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യന് 4 ഓപ്ഷൻസ് ആണ് അല്ലെ. അപ്പൊ ആ 4 ടോപ്പിക് നമ്മൾ കവർ ചെയ്ത് പോകും. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അതിന്റെ ആൻസർ മാത്രമല്ല പഠിക്കേണ്ടത്, 4 ഓപ്ഷൻസും പഠിക്കാം. അത് അങ്ങനെ അനലൈസ് ചെയ്തു പോകുമ്പോൾ നമുക്ക് ആ ഒരു 4 ടോപ്പിക്കുകൾ കവർ ആവും. പിന്നെ ഈ പറയുന്ന പോലെ കുറച്ചു പേർക്ക് ഈ കോൺസെപ്റ്റ് വൈസ് ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്ന അത്ര ഓക്കെ ആയിട്ടുള്ള കാര്യമല്ല. അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് വളരെ നല്ലൊരു മെത്തേഡാണ്. അത്രയും പോർഷൻസ് നമ്മൾ കവർ ചെയ്യുകയും ചെയ്യും, ഏകദേശം നമുക്ക് കാര്യങ്ങളെല്ലാം പിടികിട്ടും. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ മോക്ക് ടെസ്റ്റ് എടുക്കുക. നേരത്തെ പറഞ്ഞ ആ ഒരു ആൻഷ്യസ് ഫീലിംഗ് ഒഴിവാക്കാനും ടൈം മാനേജ്മെന്റിനും പിന്നെ നമ്മുടെ മിസ്റ്റേക്ക് അനലൈസ് ചെയ്യാനും ഈ മോക്ക് ടെസ്റ്റ് സഹായിക്കും. ഒരു ക്വസ്റ്റ്യൻ തെറ്റിയെങ്കിൽ അതിനെ അവിടെ വിട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകരുത്. ആ ഒരു മോക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഏതൊക്കെ തെറ്റി എന്നുള്ളത് നോക്കുക. എന്തുകൊണ്ട് അത് തെറ്റി, നമ്മൾ എന്താണ് അവിടെ നടത്തിയ തെറ്റ് എന്നുള്ള കാര്യം അനലൈസ് ചെയ്ത് അതിനി അടുത്ത് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കാം. നമുക്കിപ്പോ ഒരു ടോപ്പിക്ക്, ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി, അതിൽ എന്താ പറ്റിയേ, ആ ഒരു സിമിലർ ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും നമ്മൾ കുത്തിയിട്ടുണ്ടാവുക അല്ലെ. അതെങ്ങനെ വന്നു എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു തെറ്റ് നമ്മൾ ആവർത്തിക്കത്തില്ല. ആ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം പ്രിപ്പറേഷൻ ഉള്ള കാര്യവും കഴിഞ്ഞു. പിന്നെ വരുന്നത് ടൈം മാനേജ്മെന്റ്. ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക, അത് ഡെയിലി ഫോളോ ചെയ്ത് പോവുക. ഇപ്പൊ ഈ ഒരു ദിവസം പഠിച്ചു, ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തു, അത് കഴിഞ്ഞ് അടുത്ത ആഴ്ചത്തേക്ക് ഞാൻ അടുത്ത പഠിത്തം മാറ്റി വെക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞ് പഠിക്കുകയാണ്. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ? പ്രിയങ്ക തന്നെ പറഞ്ഞു, ഒരുപാട് പ്രിപ്പയർ ചെയ്തല്ലേ, എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ? ഇല്ല. അതാണ്, ഒരു ഉപയോഗവും ഇല്ല അല്ലെ. കാരണം എന്താണ്, നമുക്കൊരു കണ്ടിന്യൂഷൻ കിട്ടത്തില്ല അല്ലെ. അപ്പോ ഈ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് അത് ഡെയിലി ഫോളോ ചെയ്യുമ്പോൾ, അതൊരു കുറച്ച് നേരത്തേക്കാണെങ്കിൽ പോലും നമ്മൾ ആ ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടും. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യും, ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. ഓക്കെ, 3 months ഒക്കെ മതി, ഓക്കെ ആണ്. നമുക്ക് ആ ഒരു 6 months ഇപ്പൊ ചിലപ്പോ നമ്മൾ 3 months ഒക്കെ മതിയാവും പ്രിപ്പയർ ചെയ്യാൻ. പക്ഷെ ആ 3 months നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ നിൽക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഓർമ്മ ഉണ്ടാവില്ല. ഓക്കെ, അത് കുഴപ്പമില്ല, ചിലർക്ക് അങ്ങനെ ആയിരിക്കാം. പിന്നെ ഈ ഓർമ്മ ഉണ്ടാവില്ല എന്ന് പറഞ്ഞതിന് വേറൊരു മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ എടുത്ത് വെച്ച് വായിക്കുമ്പോഴത്തേക്കും നമ്മൾ ആ 3 മാസം നമ്മൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യല്ലോ, അപ്പോഴത്തേക്ക് ഈ വായിച്ചതിന്റെ ഓർമ്മ നമുക്ക് അവിടെ വരും. ആ, ഞാൻ ഇന്ന ദിവസം ഇത് വായിച്ചായിരുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് ഓർമ്മ കിട്ടും. അപ്പൊ അതൊരു യൂസ്ഫുൾ മെത്തേഡാണ്. ഓക്കെ, പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് 2 to 4 hours പഠിക്കുക. അതിൽ പേപ്പർ 1നും പേപ്പർ 2നും ടൈം ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വരുന്നത് ഡിഫിക്കൽട്ട് ടോപ്പിക്സിന് കൂടുതൽ ടൈം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സിന് ഒരുപാട് ടൈം എടുത്തിട്ട് നമുക്ക് പാടുള്ള ടോപ്പിക്സ് വരുമ്പോഴത്തേക്ക് അത് സ്കിപ്പ് ചെയ്യാന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. അപ്പൊ എന്ത് ചെയ്യുക, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്സിന് ഒരുപാട് ടൈം കൊടുത്ത് തന്നെ പഠിക്കാം. പിന്നെ ഈ ഡെയിലി റുട്ടീനിൽ 1 to 2 hours MCQs പ്രാക്ടീസ് ചെയ്യാനും മോക്ക് ടെസ്റ്റ് എടുത്ത് പഠിക്കാനും നോക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന റിവിഷൻ ഡെയിലി സ്കെഡ്യൂളിലും ഉൾപ്പെടുത്തുക. പിന്നെ 3 days റിവിഷൻ, 1 week റിവിഷൻ, ഇങ്ങനെ അത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച്. ഇപ്പോൾ 2 hours നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ആ 2 hours നിങ്ങൾ ഡിവൈഡ് ചെയ്യണം. എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, ഞാൻ എത്ര ടോപ്പിക് ഇതിൽ കവർ ചെയ്യണം, എത്ര ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യണം, എത്ര റിവിഷൻ ചെയ്യണം, അതെല്ലാം നിങ്ങൾ തന്നെ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് സെറ്റ് ചെയ്ത് പഠിക്കാം. ഓക്കെ, പിന്നെ വരുന്നത് കൺസിസ്റ്റൻസി ആൻഡ് മോട്ടിവേഷൻ. ഈ സംഭവം ഇല്ലാണ്ട് നമ്മൾ ഈ എക്സാമിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കത്തില്ല. നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കുക. കുഞ്ഞു കുഞ്ഞു എഫേർട്സിൽ നിന്നായിരിക്കും നമുക്ക് വലിയ വലിയ റിസൾട്ട് കിട്ടുന്നത്. അത് എത്ര കുഞ്ഞു ആവട്ടെ. ഇപ്പൊ നമുക്ക് ഡെയിലി ഒരു 1/2 മണിക്കൂറേ നിൽക്കാൻ പറ്റും. ഇപ്പൊ നേരത്തെ പ്രിയങ്ക പറഞ്ഞു ലാസ്റ്റ് 3 months മാത്രമേ പ്രിപ്പയർ ചെയ്യുള്ളൂ, അല്ലാണ്ട് ഓർമ്മ നിൽക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു 6 മാസം കാലഘട്ടം കൊണ്ട് എന്നുണ്ടെങ്കിൽ
ഓരോ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും ചുമ്മാ എന്തെങ്കിലുമൊക്കെ വായിക്കുക, ഇത് റിലേറ്റഡ് ടോപ്പിക്സ് വായിക്കുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ പ്രിപ്പറേഷൻ തുടങ്ങുന്ന ടൈമിൽ നല്ല രീതിയിൽ നമുക്ക് ഇമ്പാക്ട് ഉണ്ടാവും. ക്വസ്റ്റ്യൻസ് നോക്കാറുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ആ ഒരു എന്താ കണക്ഷൻ വിട്ടു പോവാതെ നമുക്ക് കീപ്പ് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന കാര്യം പ്രോഗ്രസ്സിൽ ഫോക്കസ് ചെയ്യാം. ആദ്യമേ തുടങ്ങുമ്പോഴത്തേക്കും ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ അയ്യോ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ എത്ര ശ്രമിച്ചിട്ട് എനിക്കിത് പഠിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ ഒരു നെഗറ്റീവ് തോട്ടിലൂടെ തന്നെ പൊക്കോണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് ആയിട്ടൊന്നും വരത്തില്ല. നമ്മൾ പോസിറ്റീവ് ആയിട്ടിരുന്നാലേ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ പോസിറ്റീവ് ആകത്തുള്ളൂ, അല്ലെ? അപ്പൊ പ്രോഗ്രസ്സിൽ നോക്കുക. പെർഫെക്ഷൻ ഫോക്കസ് ചെയ്യാണ്ട് പ്രോഗ്രസ്സിൽ ഫോക്കസ് ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മുടെ പ്രിപ്പറേഷനിൽ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം, നമുക്ക് തന്നെ നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. ഈ ചുറ്റുമുള്ള പലരും പലതും പറയും, നമുക്കറിയാം. നമ്മളിപ്പോ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഇറങ്ങുമ്പോഴത്തേക്കും പല തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും, അല്ലെ? അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് പോസിറ്റീവ് മൈൻഡിൽ ഇരുന്ന് പഠിക്കാം. മാക്സിമം എത്ര കട്ട് ഓഫ് ഉണ്ടാവും എന്നുള്ളത് പറയാൻ പറ്റത്തില്ല, കാരണം ആൻസർ കീ ഒന്നും വന്നിട്ടില്ലല്ലോ. അപ്പോ ആൻസർ കീ ഒക്കെ വന്ന് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്യാനുണ്ടോ എന്നൊക്കെ ഉള്ളത് അറിഞ്ഞാലേ കട്ട് ഓഫിന്റെ കാര്യമൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഒരു മോഡറേറ്റ് ലെവലാണ് എക്സാം എന്നാണ് എല്ലാവരും പറഞ്ഞു കേട്ടത്. 200 പ്രതീക്ഷിക്കാവുന്നതാണ്. JRFന്റെ കട്ട് ഓഫ് എങ്ങനെ വരും എന്നുള്ളത് അറിയത്തില്ല. ഇതുവരെയുള്ള ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ 200 മുകളിൽ തന്നെ ആയിരുന്നു കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ഡിസംബർ എക്സാമിനായാലും അതുപോലെ തന്നെ അതിന്റെ മുന്നേ ഉള്ള 170 ആയിരുന്നു കഴിഞ്ഞ എക്സാമിന്റെ കട്ട് ഓഫ്. ഓക്കെ, ഓരോ കാറ്റഗറിക്കും വ്യത്യാസമായിട്ട് വരുമല്ലോ. അൺറിസർവ്ഡ് ആണെങ്കിൽ കുറച്ചും കൂടി ഹൈ ആയിരിക്കും, അതുപോലെ തന്നെ OBC ആണെങ്കിൽ കുറച്ചും കൂടി കുറവായിട്ട് വരും. അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഇപ്പൊ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എങ്ങനെയാണ് എന്നുള്ളത്. ഒരു 200 അൺറിസർവ്ഡിന് ഒരു 200 പ്രതീക്ഷിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും നോക്കാം, ഉടനെ ആൻസർ കീ വരും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നല്ല രീതിയിൽ പഠിക്കുക എന്ന് പറയുന്നത് നമ്മളും കൂടി വിചാരിക്കണം, അല്ലെ? പഠിക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ അത് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് എങ്ങനെ പഠിക്കണം എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. അപ്പൊ നമുക്ക് കഷ്ടപ്പെട്ട് പഠിക്കാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് പഠിക്കാം. ഒരു കാര്യം ഇഷ്ടപ്പെട്ട് പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിനോട് ഒരുപാട് ഇൻട്രസ്റ്റ് തോന്നും. ഇപ്പോ എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളതിലുപരി ഒരു ടോപ്പിക്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കുമ്പോഴത്തേക്കും അതിനോട് നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാകും, കൂടുതൽ ഒരു ഡീപ്പർ കണക്ഷൻ ഉണ്ടാകും. അപ്പൊ ആ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാമിനെ ചെറിയൊരു എന്താ പറയാ ഒരു ജേർണി ആയിട്ട് കണക്കാക്കാൻ പറ്റും. സ്ട്രെസ് കൊടുത്ത് പഠിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, എൻജോയ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ എല്ലാരോടും പറയുന്ന ഒരു കാര്യം. സ്ട്രെസ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. അതെ, ഞാൻ നെറ്റ് ക്വാളിഫൈഡ് ആണ്, അതുകൊണ്ടാണല്ലോ ഞാൻ ഇപ്പൊ മെന്റർ ആയിട്ട് കയറിയത്. അതെ, ഞാൻ നെറ്റ് ക്വാളിഫൈഡ് ആണ്. ഓക്കെ, അപ്പോ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ നോക്കുക. കഷ്ടപ്പെട്ട് പഠിക്കാതെ ഇഷ്ടപ്പെട്ട് പഠിക്കുക എന്നുള്ളതാണ് എല്ലാരോടും എനിക്ക് പറയാനുള്ളത്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അടുത്ത ഉടനെ ഡിസംബറിലെ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോ നെറ്റ് കട്ട് ഓഫ് ക്ലിയർ ആവുമെന്നുണ്ടെങ്കിൽ അടുത്ത JRFന് വേണ്ടിയിട്ട് എയിം ചെയ്ത് തന്നെ പഠിച്ചു തുടങ്ങുക. ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അത് കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പായിട്ട് തന്നെ പഠിച്ചു തുടങ്ങുമ്പോൾ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ആണെങ്കിൽ അത്ര തന്നെ ആയിട്ട് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ വേറെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടോ, അതോ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാവോ? എങ്ങനെയാണ്? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്തുകൂടെ?